ओम शांति, ओम शांति, ओम शांति। सुबह की आप सभी ने 4 बातों की गहराई से मनन किया होगा, राइट? सत्यता की गहराई अर्थात सच्चाई की गहराई क्या है? जब तक हम ये बातें अपने अंदर कूट कूट के नहीं भरेंगे तब तक हमारे अंदर पूरा परिवर्तन नहीं आ सकेगा। बाबा परिवर्तन भी ऐसा चाहता है, जो ऐसे है तो ऐसे हो जाए, नहीं ऊपर ऊपर की परिवर्तन नहीं, लेकिन एक गहरी परिवर्तन बाबा चाहता है। और हम भी चाहते हैं हम परिवर्तन हो जाए। हाँ, कौन नहीं चाहता है? सब चाहते हो ना, चाहते हैं। लेकिन संपूर्ण परिवर्तन के लिए हमारे अंदर सच्चाई सफाई के बाद जो सरलता है वो व्यवहार के लिए ठीक है। लेकिन हम सबके दिल की रुचि की जो सब्जेक्ट है योग है ना, रुचि का सब्जेक्ट, चाहने की सब्जेक्ट, हम योग बल को कैसे बढ़ाए और योग बल द्वारा कर्मेंद्रिया जीत कैसे बने, ये जो मुझे टॉपिक दिया गया है। योग शाम के जो समय है ये बड़ी इम्पोर्टेंट टाइम, जिसके टाइम जो अमृत वेले के जितने महत्व है शाम को भी, नमाज शाम की टाइम जो है ये भी वरदान का टाइम है। जो जितना प्राप्त कराना चाहते हो अपन को करा सकते हो। तो हम सोचे कि योग बल योग है, लेकिन उसका बल हमारे अंदर कितना है? अगर कम है तो बढ़ाए कैसे? ശാന്തി. രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ 4 കാര്യങ്ങളെക്കുറിച്ച് കേട്ടു. സത്യത 4 കാര്യത്തിലുണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കേട്ടു. പിന്നെ അതേപോലെ തന്നെ സത്യത, ശുദ്ധത, സരളത. അപ്പോൾ ഇത് കേട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും മനനം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രമാത്രം ഇത് നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം നമ്മൾ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ മനനം ചെയ്ത് നിറയ്ക്കുന്നു, അതിനനുസരിച്ച് മാത്രമേ നമ്മളിൽ പരിവർത്തനം വരുള്ളൂ. അപ്പോൾ പരിവർത്തനം വരണമെങ്കിൽ അതുപോലെ മനനം ചെയ്യണം. അതുപോലെ തന്നെ യോഗത്തിൻ്റെ കാര്യം, അതായത് യോഗത്തിലൂടെ മാത്രമേ നമ്മളിൽ ശക്തി നിറയുള്ളൂ. അപ്പോൾ അമൃതവേള യോഗം ഏതുപോലെ പ്രാധാന്യമുള്ളതാണോ അതേപോലെ തന്നെ വൈകുന്നേരം നുമാശാം വൈകുന്നേര സമയത്തെ യോഗവും അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതിന് അതേപോലെ മഹത്വം നമ്മൾ നൽകണം. അപ്പോൾ യോഗത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ദീദിക്ക് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് കേൾക്കാം. तो योग क्या है हम सब जानते हैं। योग माना संबंध, संबंध में बल है। दुनिया संबंध के आधार से चलता है, क्योंकि संबंध के पीछे संपत्ति और सुख है। जो मनुष्य आत्मा का एक जीवन का आधार है, और चाहे ऊंचा उठना है या नीचे गिरना है, दोनों का आधार संबंध है। लेकिन यहाँ जो योग है, योग की परिभाषा या योग का शब्द सुनते ही
हम सबकी बुद्धि में आता योग से और कोई ऊंची चीज़ दुनिया में नहीं है। क्यों योग की इतनी महत्व है? क्योंकि योग में हमारा संबंध स्वयं जगत की ऑलमाइटी बाबा जो पालनहार है, जो सर्व प्राप्तियों की मूल है, सर्व शक्तियाँ और सिद्धियों की मूल है, ज्ञान का सागर है, उसके साथ संबंध होने के कारण उस संबंध में सदैव प्राप्तियाँ है। हर संबंध में संपत्ति है, हर संबंध में सिर्फ सुख नहीं अतीन्द्रिय सुख है, और हर संबंध की सहयोग है, हर संबंध की पालना है। हर संबंध में हर एक कदम में बड़े ते बड़ी बात जो दुनिया में किसी भी मनुष्य आत्मा का संबंध में हो नहीं सकता, वो है उनका हर कदम में साथ 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 भी ऐसे कंबाइंड। യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗത്തിൻ്റെ അർത്ഥം തന്നെ ബന്ധം എന്നുള്ളതാണ്. അപ്പം യോഗം ബന്ധം എന്ന് പറയുമ്പോൾ ബന്ധത്തിനോടൊപ്പം തന്നെ നമുക്ക് സമ്പത്തും ലഭിക്കുന്നുണ്ട്. ബന്ധങ്ങൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ബന്ധം നോക്കുമ്പോൾ ബന്ധങ്ങളിൽ നമുക്ക് സമ്പത്തും ലഭിക്കും. അപ്പോൾ യോഗമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠത്തിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗമാണ്. കാരണം യോഗത്തിലൂടെ നമുക്ക് അത്രയധികം ഗുണങ്ങൾ അല്ലെങ്കിൽ അത്രയധികം പ്രാപ്തികളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ യോഗത്തിലൂടെ തന്നെ യോഗം എന്ന് പറയുമ്പോൾ യോഗം വരുമ്പോൾ അതുപോലെ പറയുന്ന ബാബയുമായിട്ട് നമുക്ക് സംബന്ധം വരും, എല്ലാ പ്രകാരത്തിലുള്ള സംബന്ധവും. അപ്പോൾ യോഗത്തിലൂടെ നമുക്ക് സന്തോഷം മാത്രമല്ല ലഭിക്കുക, അതായത് ബന്ധം മാത്രമല്ല, സന്തോഷം മാത്രമല്ല, അതിനനുസരിച്ച് പ്രാപ്തികളും ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ബന്ധങ്ങളും നമ്മൾ ബാബയോട് വയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അനുഭവങ്ങളും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ബന്ധങ്ങൾക്കനുസരിച്ചിട്ടുള്ള സഹായവും എല്ലാം തന്നെ നമുക്ക് ബാബയുമായിട്ട് യോഗം വയ്ക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ യോഗത്തിന് അത്രയും महत्वम നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. तो योग से अगर बल नहीं मिलता, बल माना सर्व प्रकार की बल, दुनिया में बल माना पावर, पावर्स अनेक प्रकार के हैं. शरीर का भी बल है, मनोबल भी है, संपत्ति का बल भी है, पोजीशन का बल भी है. अनेक प्रकार की ताकतें जो है जिसके आधार से दुनिया चलती है. लेकिन भगवान एक पारलौकिक ताकत है, जो परलोक में रहने वाला बाबा, जिससे सारी दुनिया की जितने भी शक्तियाँ है वो उनसे निकला है. जो मम्मा की शायद कल आपने सुना, बाबा ने कहा मैं कौन हूँ, शिरोमणि राधे पहचानते हो. सारी शक्तियाँ दुनिया की वो मेरे से ही है, और मेरे सारी समूहों का मूल हूँ. जगत की सारी जितने भी 850 करोड़ आत्माएं हैं, और इस दुनिया में साइंस बल हो, इलेक्ट्रिकल बल हो, फिजिकल दुनिया की तत्वों का बल हो, कुछ भी हो, सब कुछ उसका मूल बाबा है. और वो बाबा मेरा है, और मेरा उनसे सर्व संबंध है. तो हमारे में ब्राह्मण बनते ही, मरुजीवा बनते ही अलौकिक जन्म का बड़े ते बड़ी ताकत भगवान के साथ सर्व संबंध का बल जो मिला है, जिसके आधार से हम सारी दुनिया की जितनी भी ताकतें हैं
सिद्धियां है हम पा सकते हैं। ലോകത്തിൽ അതായത് ബന്ധം എന്ന് പറയുമ്പോൾ ബാബയുമായിട്ടുള്ള യോഗത്തിലൂടെ ബന്ധത്തിലൂടെ നമുക്ക് ഒരുപാട് അനേക തരത്തിലുള്ള ബലം ലഭിക്കുന്നുണ്ട്. അതായത് മനസ്സിൻ്റെ ബലം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശക്തികളുടെ, ധനത്തിൻ്റെ ബലം, ഇങ്ങനെ ബലങ്ങൾ അതായത് ഒരുപാട് തരത്തിലുണ്ട്. ഇതെല്ലാം നമുക്ക് ബാബയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മമ്മയുടെ ദിവസം മുരളിയിൽ കേട്ടിരുന്നു. ബാബ പറഞ്ഞിരുന്നു, അതായത് ലോകത്തിൽ ഉള്ള എല്ലാത്തിൻ്റെയും, അതായത് എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള ശക്തികളും പ്രാപ്തികളും നേട്ടങ്ങളും ഉണ്ടോ, അതിൻ്റെ എല്ലാം സ്രോതസ് എന്ന് പറയുന്നത്, മെയിൻ എന്ന് പറയുന്നത് ബാബയാണ്. അപ്പോൾ ബാബയിൽ നിന്നും നമുക്ക് ഈ എല്ലാം തന്നെ, അതായത് സർവശക്തിമായ എല്ലാത്തിൻ്റെയും സ്രോതസ്സായിട്ടുള്ള, ഇപ്പോൾ പറയാറില്ലേ സയൻസിൻ്റെ ബലം, അല്ലെങ്കിൽ എന്താ പറയുക ഇലക്ട്രിസിറ്റി അതിൻ്റെ ബലം, അതുപോലെ തന്നെ പഞ്ചതത്വങ്ങളുടെ ബലം, ഇതെല്ലാം എല്ലാത്തിൻ്റെയും മെയിൻ ആധാരം എന്ന് പറയുന്നത് ബാബയാണ്. അപ്പോൾ ബാബയിൽ നിന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള ബലങ്ങളും ശക്തികളും ലഭിക്കുന്നുണ്ട്. तो ऐसे बाबा जब मिला है तो मुझे अच्छी तरह से चेक करना है उसका बल, जितना बाबा चाहता है, ये बाबा जिस स्वरूप में हमें देखता है वो हम है। मेन बात अब पूछिए. അതായത് ബാബ നമ്മളെ ഏത് സ്വരൂപത്തിലാണോ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, അത്രയും ബലം അല്ലെങ്കിൽ ആ സ്വരൂപം അത് നമ്മളിലുണ്ടോ, നമ്മൾ അങ്ങനെയാണോ, ബാബ ആഗ്രഹിക്കുന്നത് പോലെയാണോ എന്ന്. क्योंकि ऑलमाइटी है, उसका संबंध और साथ है, तो इसलिए हमें ये एटलीस्ट ये महसूसता है मुझे कौन मिला है और उनसे क्या मिल रहा है और वो क्या देने आया है, वो रियलाइजेशन, वो फीलिंग्स, वो हर कदम में वो महसूसता अंदर कितना होता है. അതായത് സർവശക്തിമാനായ ബാബ, ബാബയുമായിട്ട്, അതായത് ആ സർവശക്തിമാനുമായിട്ടാണ് എൻ്റെ ബന്ധം, എനിക്ക് എന്തെല്ലാമാണ് ലഭിക്കുന്നത്, അതിൻ്റെ ആ ഒരു അനുഭവം, അതിൻ്റെ ആ ഒരു തിരിച്ചറിവ്, അത് എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, അത് നമ്മൾ ശരിക്കും അനുഭവം ചെയ്യുന്നുണ്ടോ എന്ന്. क्योंकि मैं ये क्यों आपसे पूछ रही हूँ, जब से हम ज्ञान में आए हैं, ज्ञान में आने के बाद जब ज्ञान इतना गहराई में रियलाइजेशन नहीं होता है तो वो इनोसेंस में उसका जो बचपना है ज्ञान के, तो उसमें कई प्रकार की प्रभाव, कई प्रकार की देहबान की भूले, ये जो होता है धीरे धीरे वो भूले हमें आगे बढ़ने नहीं देता हमारे कनेक्शन में, हमारी संबंध बाबा से और गहरा हो और बाबा के नज़दीक हो, ताकत लेवे, उसमें कमी आ जाती है. फिर धीरे धीरे क्या होता, अगर वो रियलाइजेशन नहीं होता है तो अलबेलेपन के कारण जितना योग बल को, माना सारे संबंधों के बल को जमा करना वो नहीं कर पाते हैं. അതായത് എത്രമാത്രം നമ്മൾ ജ്ഞാനം കേട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതായത് ഞാൻ ബാബ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി അനുഭവം ചെയ്യാതെ വരുമ്പോൾ ആ അറിവില്ലായ്മ, അതായത് ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലുള്ള പോയിൻറ്റ്സ് ശരിയായിട്ട് അനുഭവം ചെയ്ത് മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മളിൽ നിന്നും പല പല തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, അതായത് ശരിയായിട്ട് അനുഭവം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ആ അനുഭവം ചെയ്യാത്തതുകൊണ്ട്, ഡീപ്പായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ പോയിൻറ്റ്സിൻ്റെ അനുഭവം ചെയ്യാത്തതുകൊണ്ട് യോഗവും അതിനനുസരിച്ച് നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് എത്രമാത്രം നമ്മളതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നു അത്രയും നമുക്ക് നമ്മളിൽ മാറ്റം വരുള്ളൂ, അനുഭവം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ തെറ്റുകൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ശരിയായിട്ടുള്ള യോഗത്തിൻ്റെ ആ അവസ്ഥയുടെ എത്ര അനുഭവം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത്രയും നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കാതെ വരും. क्योंकि जब योग में अर्थात
बाबा के संबंध में धीरे धीरे मुरली सुनते सुनते हम जितना आगे बढ़ते जाते हैं तो मुरली में भगवान क्या चीज़ है वो समझ में आता जाता है, क्योंकि मुरली परमात्मा की सर्व संबंधों की पालना है। मुरली साधारण चीज़ नहीं है। मुरली को ऐसे ही भगवान वाच करके सुनना नहीं है, बाबा कहता है ऐसा करके नहीं सुनना है। ये भगवान के बाप, कभी शिक्षक, कभी सतगुरु, कभी माँ होके बोलता, कभी सखा होके बोलता है, कभी बंधु होके हमारा सुख दुख, हमारे दर्द को समझ के बोलता है, उसको सल्यूशन देता। कभी हमारा सर्जन होकर के मैं आपको निरोगी बनाने आया हूँ, तो सर्जन जो विधियाँ बताना है, दवाइयाँ वो बताता है। मेरी मुक्ति दाता है, मेरी सद्गति दाता है। तो उस संबंध में सद्गति की कई युक्तियाँ, कई मत देता। तो ये सारी बातें जो है, मुरली सुनना माना मुझे चारों सब्जेक्ट को सेग्रीगेट करना है। आज ज्ञान में क्या कहा, योग के लिए क्या कहा, धारणा के लिए क्या कहा, सेवा के लिए क्या कहा, फिर किन किन संबंधों से बाबा आज मेरे से बात किया। पर्सनलाइज मुरली, जनरलाइज नहीं। जनरली हाँ ठीक है बाबा बोल रहे, नहीं, हर शब्द मेरे लिए बाबा आज क्या कहता है, क्या चाहता है मेरे से, ऐसे फादर, टीचर, सतगुरु क्या चाहता है। तो ये भगवान की भावों को समझना, उसकी पालना की ब्यूटी को समझना, उस सुंदरता को समझ के चलना, वो है मुरली, एक भगवान की डायरेक्ट पालना। മുരളിയിലൂടെ നമുക്ക് ബാബ എല്ലാ ബന്ധങ്ങളിലുമുള്ള പാലന നമുക്ക് ബാബ മുരളിയിലൂടെ തരുന്നുണ്ട്. അപ്പോൾ മുരളി അങ്ങനെ നമ്മൾ സാധാരണ പോലെ ഭഗവാൻ വാച ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേൾക്കുകയല്ല വേണ്ടത്. മനസ്സിലാക്കുക, അതിൽ ബാബ നമുക്ക് എല്ലാ ബന്ധങ്ങളിലുമുള്ള പാലനയാണ് മുരളിയിലൂടെ നമുക്ക് ബാബ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മുരളി കേട്ടതിന് ശേഷം നമ്മൾ അതിനെ തരംതിരിക്കുക. അതായത് 4 വിഷയത്തെക്കുറിച്ചും ബാബ നമ്മൾക്ക് മുരളിയിലൂടെ 4 വിഷയങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിനെ നമുക്ക് തരംതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ എല്ലാ ബന്ധങ്ങളിലും, ഇപ്പോൾ ചിലപ്പോൾ ബാബ സർജനായിട്ട്, ഡോക്ടറായിട്ട്, നിരോഗിയാകുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്, ബന്ധുവായിട്ട് നമ്മുടെ എല്ലാ സുഖ ദുഃഖങ്ങളും ബാബ ചോദിക്കുക, പറയുക, എല്ലാ ബന്ധങ്ങളുടെയും പാലന നമുക്ക് മുരളിയിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് ആ ബാബ പറയുന്ന മുരളിയിലെ ഓരോ ശബ്ദങ്ങളുടെയും ഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം മുരളി കേൾക്കുമ്പോൾ സാധാരണ പോലെ ഇരുന്ന് കേൾക്കാതെ ഓരോ ബന്ധങ്ങളിലും ബാബ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ബാബ ഞാൻ എങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ബാബ എന്താണ് ഇന്ന് എന്നോട്, ജനറലായിട്ട് എല്ലാവരോടും പറഞ്ഞ കാര്യമല്ല, എന്നോട് ബാബ ഇന്ന് ഏത് ബന്ധത്തിൽ എന്ത് കാര്യമാണ് പറഞ്ഞത് എന്ന് ആ ഭാവത്തിൽ മനസ്സിലാക്കി കേൾക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ കേൾക്കണം. एज ए फादर, टीचर, सतगुरु सेग्रीगेट किया आज की मुरली, चारों सब्जेक्ट को सेग्रीगेट, सेपरेट किया, फिर उसको रिवाइज किया, पढ़ा, रियलाइज के बाद चिंतन किया, चला। बहुत गहरी थी मुरली आज. ഇന്നത്തെ മുരളി കേട്ടിട്ട് മുരളിയിൽ ബാബ 4 വിഷയത്തെക്കുറിച്ചും എന്തെല്ലാമാണ് പറഞ്ഞത്, അച്ഛനും ടീച്ചറും ഗുരുവും ഈ ബന്ധങ്ങളിൽ ബാബ എന്നോട് എന്തെല്ലാമാണ് പറഞ്ഞത്, അതിനെല്ലാം വേർതിരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചോ മനനം ചെയ്തോ എന്ന്. तभी आपका संबंध भगवान एज ए टीचर है. मुझे भगवान बाबा जो पढ़ाता, पढ़ाई से पद मिलता, पढ़ाई सोर्स ऑफ इनकम है. मेरी हर कदम में आज क्या क्या मुझे लाभ मेरे कमाई में आया, क्योंकि
हर वक्त की ज्ञान की कमाई, एक अंदर की गहरी शांति, एक निश्चिंतता, एक हर कदम की बाबा के सहयोग से शक्ति, और हर बात को जो जैसा है वो देखने की ताकत है। ये जो सारा एक टीचर के आधार से, आज आप देखा होगा टीचर की शिक्षाएं था, बच्चे निंदा स्तुति मान अपमान कोई भी बात में आप नीचे नहीं आना। क्यों नहीं आना? कारण क्या था? इस शिक्षा के पीछे बाबा एज ए टीचर, एज ए पिता क्या चाहता था? क्योंकि मुझे राजा बनाना चाहता है। राजा वो है जो सदैव विजयी हो, सदैव अटल हो, अपने कार्य में अपने ऊपर विश्वास हो, और अपने पास सारे अस्त्र शस्त्र हो। अस्त्र शस्त्र भी राजा की एक संपत्ति होता है। तो आप सोचा ये बातें, जब तक हम भगवान की वो पालना को देखते नहीं और फील नहीं करते, महसूस नहीं करते, जब तक वो दिल के अंदर रियलाइज नहीं होता, फिर वो नशा नहीं चढ़ता। मेरा अरे बाप कौन, मेरा टीचर कौन, मेरे सतगुरु कौन, उसकी जो हर बात की जो सुंदरता है, से बाबा से संबंध की गहराई, संबंध की समीपता इसलिए नहीं होता, हम हर दिन उसको उसी ब्यूटी से, उसी रूप से हम उसको नहीं देखते, तो हम समीप नहीं आ सकते। അപ്പോൾ ബാബ ഇന്നത്തെ മുരളിയിൽ നമുക്ക് ദിവസവും കാര്യങ്ങൾ, ഇന്ന് ബാബ ടീച്ചറായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ബാബ നമുക്ക് അത്രയും നല്ല അറിവാ തരുന്നത്, ഓരോ കാര്യങ്ങളിൽ നമുക്ക് നിശ്ചിന്തമായിട്ടിരിക്കാൻ, ഓരോ കാര്യങ്ങളും എന്താണോ എങ്ങനെയാണോ അതിൻ്റെതായ രീതിയിൽ, അതായത് എന്താണ് അതിൻ്റെ ആ ഒറിജിനൽ രീതിയിൽ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ബാബയുടെ പഠിത്തത്തിലൂടെ ബാബ ടീച്ചറായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ബാബ അച്ഛനായിട്ട് പാലിക്കുന്നു, അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള പാലനയും നമ്മൾ അനുഭവം ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് മനനം ചെയ്ത് അനുഭവം ചെയ്യുന്നില്ല എങ്കിൽ ബാബയോട് നമുക്ക് ആ ഒരു അടുപ്പം, ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫീല് നമുക്ക് വരില്ല. അപ്പോൾ കേൾക്കുന്നതിനെക്കുറിച്ച് നമ്മളതിൻ്റെ ആഴത്തിലേക്ക് പോയി ഓരോ ബന്ധത്തിലും ബാബ ഇന്ന് എന്നോട് എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് മനനം ചെയ്ത് അനുഭവം ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു പാലനയുടെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം നമുക്ക് ശരിയായിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. एज ए सतगुरु या धर्मराज के रूप में आज एक बात बोला, आपके दिल में अंडरलाइन हुआ, क्या था बात? ഇന്ന് ധർമ്മരാജൻ്റെ രൂപത്തിൽ, അതായത് സദ്ഗുരു ധർമ്മരാജൻ്റെ രൂപത്തിൽ ബാബ ഇന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടോ എന്ന്? ഏതാണെന്ന്? है क्या था बहने, क्या था? बाबा ने कहा कोई भी किसी की भी अयथार्थ, बाबा तो दूसरी एग्जाम्पल बोला, लेकिन कोई भी किसी की श्रीमत के विरुद्ध कर्म देखते हैं, अयथार्थ कर्म देखते हैं, लौकिक में भी आपकी संबंधों में कुछ गड़बड़ी है या कहीं भी सेवा के क्षेत्र में, उसको इमीडिएटली बाबा को बताना ज़रूरी है। क्यों? अभी ऐसे नहीं साकार बाबा नहीं है, कौन है कौन है, ऐसा नहीं। बाबा मेरे आगे, मेरे सन्मुख, मुझे हर एक बात बाबा को बोलना है। बाबा ये बात मैंने देखा, अगर वो बहुत गहरा यज्ञ को नुकसान पहुंचाने वाला है, बाबा को बोलने के बाद निमित्त को ज़रूर बोलो, लेकिन बोलना ज़रूर है ताकि उस आत्मा का कर्म के बंधन में हम ना आ जाए। छिपाना भी एक तरह के विकर्म है जो उस आत्मा के साथ उनके कर्मों में जोड़ती है, तो इसलिए हमें सावधान रहना है।
तो ऐसे कई सारी बातें हैं। तो एक एक दिन की मुरली में, साकार मुरली आप ऐसे चला नहीं सकते हो। आजकल तो ऐसी पावरफुल मुरली आ रहा है, बात मत पूछो। അപ്പം ഇന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞു, അതായത് ശ്രീമത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കർമ്മം, അതിപ്പോൾ ലൗകികത്തിലായിരുന്നാലും കൊള്ളാം, ആരെങ്കിലും അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നത് കാണുകയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ബാബയോട് പറയുക തന്നെ വേണം. ഇങ്ങനെ വിചാരിക്കരുത് എന്ന് സാകാരത്തിൽ ഇപ്പോൾ ബാബയില്ലല്ലോ, അങ്ങനെയല്ല. തീർച്ചയായിട്ടും ആ കണ്ട കാര്യം ബാബയോട് പറയുക തന്നെ. അതായത് നമുക്ക് മനസ്സിലായിട്ടുള്ള തെറ്റാണ് എന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാബയോട് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിമിത്തമായവരോട് പറയുക. കാരണം നമ്മളത് കണ്ടിട്ടും കാണാതെ, അതായത് ബാബയോട് പറയാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതായത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് കാണുമ്പോൾ ബാബയോട് പറയുക തന്നെ വേണം. इसलिए योग बल को अगर बढ़ाना है, अगर सच्चा योगी तपस्वी बनना है, हमें ये अलौकिक जीवन में 6-7 बातों का ध्यान रखना है। पहले हम आते ही हम अपना निश्चय को चेक करें। पहली बात निश्चय, बाबा पर, ज्ञान पर, ड्रामा पर, परिवार पर। उसमें ज्ञान में स्वयं भी आ गए और बाप की गहरी बात भी आ गई। सर्व प्रकार की निश्चय की जो आधार स्तंभ है हमारे जीवन का, निश्चय विजय का आधार है। निश्चय निश्चिंत स्थिति और निश्चित विजय का आधार है। इसलिए पहली बात निश्चय को हम चेक करें. ഇപ്പോൾ യോഗം ശരിയായിട്ട് വരണമെങ്കിലും 4 കാര്യങ്ങളിൽ നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം ധ്യാനത്തിൽ വരുമ്പോൾ തന്നെ. അപ്പം അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് സ്വയം തന്നിൽ, ബാബയിൽ, ഡ്രാമയിൽ, പരിവാരത്തിൽ. ഈ 4 കാര്യത്തിൽ നമുക്ക് പൂർണ്ണ നിശ്ചയം ഉണ്ടായിരിക്കണം. അപ്പം എത്രമാത്രം നമുക്ക് ഈ കാര്യങ്ങളിൽ നിശ്ചയം വരുന്നോ അതിനനുസരിച്ചാണ് നിശ്ചിന്ത സ്ഥിതി ഉണ്ടാവുക. നിശ്ചയത്തിലൂടെ നിശ്ചിന്ത സ്ഥിതി ഉണ്ടാവും. അതേപോലെ അങ്ങനെയുള്ളവരുടെ വിജയവും ഉറപ്പായിട്ടുള്ളതാണ്. നിശ്ചിത വിജയവും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിശ്ചയം എത്രയുണ്ടെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. निश्चय की परिभाषा जो विश्वास, अटल विश्वास, अटल निश्चय भगवान पर हो जाए, फिर उसका बेड़ा पार हो जाता। स्थिति ऑटोमेटिक अटल और निश्चिंत के साथ, अटूट बाबा के साथ संबंध की प्राप्तियाँ नेचुरल हो जाता है. നിശ്ചയം എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം വരും. ആ വിശ്വാസം എന്നുള്ളതാണ്. അപ്പം എത്രമാത്രം നിശ്ചയം വരുന്നു അത്രമാത്രം വിശ്വാസം ഉണ്ടാവും. അപ്പോൾ വിശ്വാസം അതും അതായത് ഉറച്ചതായിരിക്കണം. അതിൽ ചെറുതായിട്ട് പോലും ഒരു ഇളക്കം ഉണ്ടാവാൻ പാടില്ല. ആ ഉറച്ച നിശ്ചയം, അതായത് വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യത്തിലും നിശ്ചിന്തമായിട്ടിരിക്കാൻ. വിശ്വാസം വരുമ്പോൾ, നിശ്ചയം വരുമ്പോൾ എല്ലാ കാര്യത്തിലും എന്ത് ജീവിതത്തിൽ വന്നിരുന്നാലും ശരി നമുക്ക് നിശ്ചിന്തമായിട്ടിരിക്കാൻ സാധിക്കും. अचल और अडोल भी. और दूसरी बात, निश्चय क्या चीज़ है? अभी सब कहेंगे मुझे आत्मा पर भी निश्चय है, बाबा पर भी निश्चय है, ड्रामा पर भी निश्चय है. कोई कहेगा इधर हमको थोड़ा थोड़ा डाउट है, कोई नहीं कहेगा, सब कहेंगे निश्चय. लेकिन निश्चय में मैं मम्मा की एक बात आप सबके आगे शेयर करना चाहती हूँ. मम्मा को एक दिन बाबा थर्सडे कहा, मुरली बोलते बोलते, मम्मा आज मैं सब बच्चों को बड़ा बड़ा फ्रेश एप्पल खिलाना चाहता हूँ. तो मम्मा सदैव जी बाबा कह करके
चले गए। ताकि भोग लाना है तो सारा एप्पल लाना है। तो जब वो गई अंदर तो बोली दादी से पूछा, बोली बाबा कहता आज सारी बच्चों को वो एप्पल खिलाना चाहता है, एक एक फुल एप्पल खिलाना चाहता है। बोली दादी बोला मम्मा आप एप्पल पूछ रही हो, आज सारा बच्चों को खिलाने के लिए आटा भी नहीं है, कुछ भी नहीं है, क्या करेंगे, आप एप्पल पूछ रहे हो। मम्मा शांत हो गई, कुछ नहीं बोला, वहाँ चेयर लेके बैठ गए। थोड़ा देर 5-10 मिनट हुआ होगा योग में मम्मा बैठ गए। थोड़ा देर के बाद लोग बड़े बड़े टोकरियाँ लेकर के अंदर एक के पीछे एक आ रहे हैं। तो मम्मा के आगे रख करके ये देखो हमारे मालिक भेजा है। तो बोला हमने ऑर्डर नहीं दिया है। नहीं आप लोग नहीं बोला है, हम मेरे मालिक बोला है। इधर सारा लेके जाके देखो, ये सारा काश्मीरी बड़े बड़े फ्रेश एप्पल है, बोल के सभी सारा रख करके चले गए। तो मम्मा सारा धोया और लेके गई, सारा भोग लगा। भोग लगने के बाद मम्मा से पूछा गया, से हम लोग होते अगर बोली दादी नहीं है कुछ भी, हम इमीडिएटली बाबा के पास भाग के आते, अरे बाबा कुछ भी नहीं है उधर, एप्पल भी नहीं है, नाश्ता भी नहीं, कुछ भी नहीं। तो ऐसे धड़म धड़म करके आता है, हलचल कितना मचा देते। मम्मा चुप हो गई। तो बाद में जब मम्मा से पूछा, मम्मा आप जब सुना भी कुछ भी नहीं है, ठीक है एप्पल मंगाने लिए पैसा हो वो भी नहीं था, कुछ भी नहीं था, और आप ऐसे कैसे बैठे, क्या था आपके दिल में। मम्मा बोला एक बोल कौन रहा है, ये भगवान है ना, वो जानता है फ्रूट आने वाला है, बच्चों को वही खिलाना है। वो जानी जानन आ रहे, वो कहने वाला और उसकी पहचान जब होता तो आप कभी नहीं जीवन में किसी भी परिस्थिति में आप अपनी स्थिति को हलचल में ला नहीं सकते। ये था मम्मा की निश्चय, और उस परिस्थिति में मम्मा की अडोलता, मम्मा की निश्चिंत स्थिति, क्या करे ये भी नहीं सोचा, बाबा की याद में बैठ गई। बाबा आप बोला है तो खिलाने वाला भी आप है। നിശ്ചയത്തിൻ്റെ കാര്യത്തിൽ നമ്മളോട് 4 കാര്യങ്ങളിൽ നിശ്ചയമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നിശ്ചയമില്ല എന്നെന്തായിരുന്നാലും പറയില്ല. ആത്മാവിലും പരമാത്മാവിലും ഡ്രാമയിലും പരിവാരത്തിലും നിശ്ചയം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആണെന്നേ പറയുള്ളൂ. അപ്പം നിശ്ചയത്തിൻ്റെ പരിഭാഷ അത് വളരെ വലുതാണ്. അപ്പം നിശ്ചയത്തിൻ്റെ കാര്യത്തിൽ മമ്മയുടെ ഒരു കാര്യം പറയുകയാണ് ദീദി. അതായത് ഒരു പ്രാവശ്യം സാകാര ബാബയുള്ള സമയത്ത് ബാബ മമ്മയുടെ അടുത്ത് പറഞ്ഞു എന്ന്, മമ്മ നാളെ മമ്മ ഇന്ന് ഭോഗിന്, നാളെ അല്ല ഇന്ന് ഭോഗിന് എല്ലാവർക്കും മുഴുവൻ ആപ്പിൾ മുറിച്ചതല്ല, ഒരു ആപ്പിൾ മുഴുവനായിട്ട് കഴിക്കാൻ ആ ഭോഗിന് ബാബയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ബാബ എന്തു പറഞ്ഞാലും മമ്മ ജി ബാബ ശരി ബാബ എന്നേ പറയുള്ളൂ. പറഞ്ഞിട്ട് മമ്മ എഴുന്നേറ്റ് ഭോഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി. എന്നിട്ട് ഭൂലി ദാദിയുടെ അടുത്ത് പറഞ്ഞു, അതായത് ബാബ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ എല്ലാവർക്കും, അത് മുറിച്ച ആപ്പിളല്ല, ഒരാപ്പിൾ മുഴുവനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭൂലിദാദി പറഞ്ഞു എന്ന്, മമ്മ എന്തറിഞ്ഞിട്ടാ പറയുക, ഇത് ഭോഗ് അതായത് ഉണ്ടാക്കാനുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആട്ട പോലും ഇല്ല, പിന്നെ എവിടുന്ന ഇപ്പോൾ ഒരു മുഴുവൻ ആപ്പിൾ കൊടുക്കുക എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ അത്രയും പറഞ്ഞപ്പോഴും മമ്മ അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ഒരു സൈഡിൽ കസേരയിൽ പോയിട്ട് ശാന്തമായിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ വലിയ കൊട്ടയിൽ നിറയെ ആപ്പിള് കൊണ്ടുവന്നിട്ട് മമ്മയുടെ മുന്നിൽ വെച്ചു എന്ന്.
അപ്പോൾ മമ്മ പറഞ്ഞു എന്ന് ഞങ്ങളിത് ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളുടെ യജമാനൻ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇവിടെ ആപ്പിൾ കൊണ്ടുവന്ന് തരാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ഓർഡർ ചെയ്തിട്ടല്ല, അദ്ദേഹം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. എന്നിട്ട് മമ്മ അത് കഴുകിയിട്ട് എല്ലാവർക്കും അന്ന് ബാബ പറഞ്ഞതുപോലെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ചോദിച്ചു എന്നാരോ, മമ്മ അങ്ങനെ ഇത്രയും നിശ്ചിന്തമായിട്ട് എങ്ങനെയാണ് ഇരുന്നത്? ബാബ അങ്ങനെ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്തു അവിടെ. എന്നിട്ടും മമ്മ വളരെ ശാന്തമായിട്ട് നിശ്ചിന്തമായിട്ട് എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചപ്പോൾ മമ്മ പറഞ്ഞു എന്ന്, അതായത് ഇത് പറഞ്ഞതാരാ കൊടുക്കണം എന്ന് പറഞ്ഞ ബാബ എല്ലാം അറിയുന്നവനാണ്. അപ്പം ആ ബാബയ്ക്ക് അറിയാം ഇങ്ങനെ ഫ്രൂട്ട് ഇതാ ആപ്പിള് വരുന്നുണ്ട് എന്ന് ബാബയ്ക്ക് അറിയാം. അപ്പോൾ ആ ബാബ പറഞ്ഞു, പിന്നെ ഞാൻ അവിടെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചിന്തയുടെ ആവശ്യം എനിക്ക് ഇല്ല. കാരണം ബാബ പറഞ്ഞു അർത്ഥം അത് അങ്ങനെ നടക്കും, എല്ലാം അറിയുന്നവനല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അത് നടക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് മമ്മ പറഞ്ഞു എന്ന് എനിക്ക് അതുകൊണ്ട് അതിൽ വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതേപോലെ അപ്പോൾ നമ്മളും മനസ്സിലാക്കുക, ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യത്തിലും എല്ലാം അറിയുന്നവനായ അല്ലെങ്കിൽ ചെയ്യുന്നവനായ ബാബ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, നിശ്ചയം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നിശ്ചിന്തമായിരിക്കാൻ സാധിക്കും. माना हमें हर कदम की परिस्थितियों में, हर कदम में माया है, पेपर है, शरीर देह का फेल है, अवगुण देह का फेल है, आत्मा देह का पास है, गुण देह का पास है. ऐसे हर एक को देख के प्रभाव में आए, संकल्प चलाया, ये क्यों कैसा, ऐसा नहीं वैसे, ये सारी हमारा संकल्प चलता, ये निश्चय की, ड्रामा की और पार्ट की निश्चय के विरुद्ध बातें. तो हमारी बुद्धि हर घड़ी हलचल में है, बुद्धि भटकती है संबंधों के पीछे. तो फिर मेरा निश्चय हमें देखना है तो कहाँ तक है. ആരുടെയെങ്കിലും ദേഹത്തെ നോക്കി അല്ലെങ്കിൽ അവഗുണത്തെ നോക്കി അർത്ഥം ഫെയിലാണ്. ആത്മാവിനെ നോക്കി ഗുണങ്ങളെ നോക്കി അർത്ഥം നമ്മൾ പാസ്സായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഓരോ പരിതസ്ഥിതികൾ നമ്മളുടെ മുമ്പിൽ വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് എന്തുകൊണ്ട് എന്ത് എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നു, അർത്ഥം നമ്മൾ ഫെയിലാണ്. അതായത് നമ്മുടെ നിശ്ചയത്തിൽ, ഡ്രാമയിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പാർട്ടിൽ നമുക്ക് നിശ്ചയത്തിൻ്റെ കുറവുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ചോദ്യങ്ങളും നിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പാടില്ലാത്തതാണ്, വരരുത്. तो योग में बल नहीं आता क्योंकि सारे दिन की दिनचर्या में अपने अंदर इन बातों की अटेंशन नहीं है, जिस कारण व्यर्थ संकल्प चलता है. तो निश्चय की कहीं न कहीं कोई न कोई बात की कमी, जहाँ सीधा क्वेश्चन नहीं लेकिन संकल्प चलता व्यर्थ, तो इसका मतलब निश्चय में कहीं न कहीं लीकेज. അപ്പം യോഗത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയണത്, അതായത് നിശ്ചയത്തിൽ നമുക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ വരാൻ, അതായത് യോഗം ശരിയാവാത്തത് വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നിശ്ചയത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചിന്ത വരുമ്പോൾ, നിശ്ചയം കുറവ് വരുമ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങൾ അതിന് പുറകെ വരും. അതിനനുസരിച്ച് നമുക്ക് ആ യോഗത്തിൻ്റെ അനുഭവം ശരിയായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരും. नेक्स्ट बात है, योग में बल क्यों नहीं आता, हम जमा क्यों नहीं कर सकते? इसका कारण है पवित्रता की बल की कमी. संगम युग में जब हम बाबा के बने, भगवान कहता, बच्चे अब घर जाने की समय है, आपको पावन बनना है, योगी बनो, पवित्र बनो, पवित्र बनो, योगी बनो. ये आते ही स्लोगन दिया. इसकी गहराई में जब तक हम नहीं जाते, हम इसके विशालता में नहीं जाते, क्योंकि इस पर भी क्लास है. तो इसलिए अगर ये बात कहीं न कहीं से बड़े बड़े विकारों को छोड़ा, बाकी छोटी छोटी जो विकार है 5 के और 5 उसका बच्चे, और उसमें जो सारी
रॉयल रूप में लो, साधारण संकल्प, व्यर्थ संकल्प भी आज के समय अनुसार बाबा कहता ये अपवित्रता है। व्यर्थ को व्यर्थ नहीं समझो, व्यर्थ के अंदर दसोई विकार है। ये मुरली आप सभी ने सुना होगा। तो इसलिए इस पर अगर ध्यान नहीं है तो हम योग लगा ही नहीं सकते, माना बाबा से संबंध हम जोड़ नहीं सकते। और पवित्रता नहीं है तो सच्चाई अंदर कमी और सफाई की, क्लैरिटी, द क्लीन बुद्धि और मन जो होना है वो नहीं है तो मैं बाबा को तो छोड़ो स्वयं को भी हम देख नहीं पाएंगे। ഇപ്പം യോഗത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവപ്പെടാത്തതിൻ്റെ വേറൊരു കാരണമാണ് പവിത്രതയുടെ കുറവ്. അപ്പോൾ പവിത്രത വലിയ വലിയ വികാരങ്ങളുടെ മേലൊക്കെ നമ്മളെല്ലാവരും വിജയിച്ചു കഴിഞ്ഞു. ആ 5 വികാരങ്ങളിൽ വലുത്, അതിൻ്റെ വീണ്ടും 5 കൊച്ചുമക്കൾ, അതായത് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വീണ്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ വരും. അതിനനുസരിച്ച് യോഗത്തിൻ്റെ ശക്തി നമുക്ക് നിറയ്ക്കാൻ അല്ലെങ്കിൽ അനുഭവം ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇവയുടെ മേൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. പവിത്രത എന്ന് പറയുമ്പോൾ അതിൽ സത്യതയും ശുദ്ധതയും ഇതെല്ലാം വരും. അപ്പോൾ അതില്ല എങ്കിൽ ബാബയുമായിട്ട്, അതായത് മനസ്സും ബുദ്ധിയും ശുദ്ധമല്ല, ക്ലീൻ ആൻഡ് ക്ലിയർ അല്ല എങ്കിൽ ബാബയുമായിട്ട് ശരിയായിട്ട് കണക്ഷൻ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കാതെ വരും. അതുമാത്രമല്ല, നമുക്ക് നമ്മളെയും ശരിയായിട്ട് മനസ്സിലാക്കാൻ, അതായത് റിയലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ സത്യതയും ശുദ്ധതയും എന്ന് പറഞ്ഞ ഗുണം, അതായത് പവിത്രത നമ്മളിൽ ഉണ്ടായിരിക്കണം. या विनाश को सोच करके बाबा कहता विनाश हो जाएगा, छोड़ो, थोड़ा पवित्र रह लेंगे, देख लेंगे। ऐसा नहीं, समय को देख करके या व्यक्तियों के कहने पर या कोई और बातों को सोच के हमें ऊपर ऊपर की पवित्रता को पालना नहीं करनी है। पवित्रता सृष्टि की बहुत बड़ी ताकत है। 2 शक्तियाँ है जिसके आधार पर सृष्टि चलती है। एक सत्यता है, सत्यता के पीछे पवित्रता ऑटोमेटिक है। ये कायन का ये 2 मुख है। तो ये सृष्टि की जितनी संपत्ति है, जितनी प्राप्तियाँ है और जिस सृष्टि की लॉ एंड ऑर्डर अनुसार सारी प्रकृति चले, आत्माएं चले, उसका आधार पवित्रता है। इसलिए पवित्रता को बाबा कहता सुख शांति और संपत्ति की ये जननी है। जहाँ पवित्रता है सारी संपत्ति आपके चरणों में है. പവിത്രത എന്ന് പറയുമ്പോൾ അതായത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ വിനാശം വരികയല്ലേ, അപ്പോൾ കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് പവിത്രമായിട്ടിരിക്കാം. അപ്പോൾ വിനാശത്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ സമയത്തിൻ്റെ ഇതിനെ കണ്ടിട്ട് പവിത്രമായി ഇരിക്കുക എന്നുള്ളതല്ല. അപ്പം അതിൻ്റെ നേട്ടങ്ങൾ, അതായത് അത് എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പവിത്രതയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം സൃഷ്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും, സൃഷ്ടിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം എന്ന് പറയുന്നത് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് സത്യതയും, അതായത് പവിത്രതയുമാണ്. അപ്പോൾ സൃഷ്ടി അതിൻ്റെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നതും ഈ പവിത്രതയുടെ, അതായത് ശക്തി, സത്യതയും പവിത്രതയും ഉള്ളത് കൊണ്ടിട്ടാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് ഈ 2 ഗുണങ്ങളും. അപ്പോൾ പവിത്രത എത്ര മഹത്വമുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എല്ലാ രീതിയിലും അതിനെ, പവിത്രതയെ ജീവിതത്തിൽ ധാരണ ചെയ്യേണ്ടതാണ്. 76 में विनाश होगा करके कई लोग विनाश की बातें, बाबा कह रहा है ठीक है चलो 76 तक रहो. जब 76 विनाश नहीं हुआ भाग गए. फिर 2000 सोचा ठीक है चलो 2000 तक बाबा कहता चलो रह लेंगे. फिर ये तो ज़बरदस्ती का हो गया ना. फिर जब नहीं हुआ तो कई लोग भाग के शादी कर लिया, कई ज्ञान छोड़ दिया. ऐसे समय को देख करके जब करते हैं वो उनका जो पाँव है अंदर बुद्धि हिलती है.
सदैव कोई न कोई बात में बुद्धि जब हिलती है तो हिली हुई बुद्धि भगवान से, सर्वशक्तिवान से एक निश्चित अटल संबंध जोड़ नहीं सकती है. 76 വിനാശം വരും എന്ന് പറഞ്ഞു. അപ്പോൾ പലരും വിചാരിച്ചു എന്നാൽ 76 വരുമല്ലോ, അത്രയും കാലം പവിത്രമായിട്ടിരിക്കാം. അപ്പോൾ 76 വിനാശമൊന്നും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2000 വരും എന്ന്. അപ്പോൾ ചിലർ വിചാരിച്ചു 2000 വരെയല്ലേ, അത്ര നാൾ പവിത്രമായിട്ടിരുന്ന് നോക്കാം എന്ന് വിചാരിച്ചു. 2000 വിനാശം വന്നില്ല. അതായത് സമയത്തിനെ നോക്കി, സമയത്തിന് മുന്നിൽ വെച്ചിട്ട് അതിനെ നോക്കിയിട്ട് പവിത്രത പാലിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതായത് അത് സംഭവിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനനുസരിച്ച് സമയത്തിൻ്റെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവരിൽ കുലുക്കം ഉണ്ടാവും. അപ്പം ആരുടെ ബുദ്ധിയിലാണോ ആ ഉറപ്പില്ലാത്തത്, കുലുക്കം ഉണ്ടാവുന്നത്, അങ്ങനെ കുലുങ്ങുന്ന ബുദ്ധിയുള്ളവർക്ക് അവരുടെ ബുദ്ധിയെ പരമാത്മാവുമായിട്ട് ബന്ധിപ്പിക്കാൻ, യോജിപ്പിക്കാൻ സാധിക്കില്ല. ശരിയായ കണക്ഷൻ അല്ലെങ്കിൽ ആ അനുഭവം ചെയ്യാൻ സാധിക്കാതെ വരും. तीसरी बात है, इसको और थोड़ा गहराई से आप सोचना, क्योंकि आज जल्दी फिनिश करना है, योग करना है. तो बाबा जो कहता ये अलौकिक जन्म की विशेष महत्व जो है, इस जन्म और जीवन की महत्व के साथ भगवान ने इस जीवन के लिए जो दिनचर्या बना के दिया है उसका सदैव हमें महत्व, उसका वैल्यू रहे. उस दिनचर्या में हम गड़बड़ नहीं करें. ये हमारी हर घड़ी की उन्नति का, हमारी योग में भिन्न भिन्न स्थितियों में आगे बढ़ने का एक महत्वपूर्ण आधार है. अगर दिनचर्या हम गड़बड़ करते, उसके पीछे आलस्य और केयरलेस डेफिनेटली है. अमृत वेले उठे ना उठे, अमृत वेले उठे, नींद किया, झुटका खाया, क्या फ़ायदा? क्यों महत्व रखना है? क्योंकि हर श्रीमत के नियम के पीछे मार्क्स है. जो बाबा कहता, जब नियम, सपोज एग्जाम्पल, ये बाबा बोला हुआ है, अमृत वेले हम उठते हैं, नियम पालन किया, लेकिन अमृत वेले उठने के बाद जो बाबा लाइट हाउस माइट हाउस होके योग करने के लिए दूसरी जो डायरेक्शन देता, उठने के बाद आपको क्या करना है, अगर वो पालना नहीं करते हैं तो आधा मार्क ही मिला, आधा मार्क गया. जिसमें आलस्य में आ गए, थोड़ा केयर नहीं किया अपने ऊपर. तो बाबा, हमारी दादी कहती थी, एक दिन बाबा को बोला दादी ने, बाबा हमको इतना झुटका आता है, आपके आगे बैठ के झुटका खाने शर्म आता, मैं जाके सो जाऊं, इधर आपके आगे ऐसा कर. बाबा बोला, बच्ची कभी नहीं ऐसे करना, भले झुटका खाओ, कुछ भी करो, कुंभकर्ण आधा कल्प आपको गोद में सुलाया, तुमको सहज छोड़ेगा क्या? तो ऐसा नहीं छोड़ेगा. तो इसलिए आप बैठो. तो लेकिन उस घड़ी बाबा ने ऐसी दृष्टि दी, दादी कहती थी, उस दिन मेरे आंखों से बाबा नींद को चुरा लिया, एक वरदान मिल गया. तो इतने अलर्ट दादियों का जो सच्चाई था, अंदर पवित्रता, भोलेनाथ की भोले बच्चे अंदर कभी छिपाया नहीं भगवान से, तो उसको कैसे वरदान मिलता. तो इसलिए कोई भी नियम, उठने से, खाने से, चलने का, संबंधों में देखने का, संबंधों में सुनने का, कैसे कैसे संबंध में आना नहीं आना, इसकी जो श्रीमत है, हर एक श्रीमत को बहुत महीनता से समझ के जब चलते हैं तो हमारे ऊपर बोझ नहीं चढ़ता. जिस कारण, बोझ के कारण आत्मा उड़ नहीं पाती है, ये बड़ा ड्रॉबैक होती है योग की ताकत को, योग की बल को जमा करने में. इसलिए
इस बार बार अपने दिनचर्या पर हमें अटेंशन, कभी भी मॉर्निंग अमृत वेला और मुरली मिस कभी नहीं करना चाहिए। इमरजेंसी हेल्थ है, कुछ भी है, आप या तो पढ़ो या तो किसी से पढ़ना नहीं आता पढ़ाओ, लेकिन सुनो ज़रूर, क्योंकि इसके पीछे हमारा सिर्फ एक नियम नहीं है, हमारा भगवान के प्रति रिस्पेक्ट कितना है, उसकी महावाक्यों की वैल्यू कितना है, हमारा श्रद्धा कितना है बाबा के प्रति, ये सारा काउंट करता है, कितना वैल्यू देते हैं बाबा को। तो ये कभी नहीं सोचना चाहिए ठीक है आज एक ही दिन तो मिस हो गया, नहीं, नेवर। एक बार नहीं 10 बार तो 15 बार तो पढ़ो, सुनो, कुछ भी करो, लेकिन बाबा की महावाक्य बुद्धि में बैठना सहज नहीं। इसलिए दिनचर्या पर 10 टाइम्स नहीं 1000 टाइम्स अटेंशन प्लीज़। ഈ അലൗകിക ജീവിതത്തിൽ ബാബു നമുക്ക് ദിനചര്യകൾ തന്നിട്ടുണ്ട്. അലൗകിക ജീവിതത്തിൽ ദിനചര്യ എങ്ങനെയായിരിക്കണം എന്ന്. അപ്പോൾ ഈ ദിനചര്യ ബാബ നമുക്ക് തന്നതിൻ്റെ പുറകെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പാലിക്കണം. ഒരിക്കലും നമുക്ക് അതിൽ ചെറുതായിട്ടൊരു അലസതയോ ആലസ്യമോ ഒന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വരരുത്. അപ്പോൾ ബാബ അത് നമുക്ക് ദിനചര്യ തന്നിട്ടുണ്ട്, അർത്ഥം അതിൻ്റെ പുറകിൽ നമ്മുടെ അത്രയും ഉയർച്ച അതിൻ്റെ ഓരോ ദിനചര്യയുടെ പുറകിലുള്ളത് കൊണ്ടിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ഒരിക്കലും കെയർലെസ് ആയിട്ട് പോകാൻ പാടില്ല. അമൃതവേള എഴുന്നേക്കുവോ ഇല്ലയോ, മീൻസ് പല കാര്യങ്ങളിലും മുരളി കേട്ടാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, അങ്ങനെ ആവരുത് എന്ന്. ആ തന്നിരിക്കുന്നതിൻ്റെ പുറകിൽ ഒത്തിരി ബാബ അതായത് അതിൻ്റെ പുറകിൽ ഒത്തിരി രഹസ്യങ്ങൾ, കാരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പറയുകയാണ്, അതായത് ദാദിജി സാകാര ബാബയുടെ അടുത്ത് പറഞ്ഞു എന്ന്, ബാബ അമൃതവേള ഞാൻ വന്നിരുന്ന് ബാബയുടെ മുമ്പിൽ എനിക്ക് ഉറക്കം വരികയാണ്, ബാബയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് ഇരിക്കണില്ല എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ബാബ പറഞ്ഞു എന്ന്, അങ്ങനെയല്ല കുട്ടി, അങ്ങനെ ഇരിക്കാൻ പാടില്ല, കാരണം കുംഭകർണൻ പകുതി കൽപ്പമായിട്ട് നിങ്ങളെ ഉറക്കി മടിയിൽ കിടത്തി താരാട്ട് പാടി ഉറക്കി വരികയാണ്, അത്ര പെട്ടെന്ന് കുംഭകർണൻ വിടുവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതായത് വരാതിരിക്കരുത്, തീർച്ചയായിട്ടും വന്ന് യോഗം ചെയ്യുക തന്നെ വേണം. എന്നിട്ട് ബാബ അങ്ങനെ ദൃഷ്ടി കൊടുത്തു എന്ന് പറയുകയാണ്. അതായത് അത് അന്ന് മുതൽ ദാദിയുടെ രാവിലെയുള്ള ഉറക്കം അതെല്ലാം ഇല്ലാണ്ടായി. അപ്പോൾ പറഞ്ഞത്, അതായത് എല്ലാ ഓരോ ദിനചര്യയുടെ പുറകിലും അതിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുകയോ പാലിക്കുമ്പോഴേ നമുക്ക് ശക്തി വരുള്ളൂ. നമ്മൾ എത്രമാത്രം ദിനചര്യകളെ തെറ്റിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ തലയിൽ നമ്മുടെ ബുദ്ധിയിൽ ഭാരം കൂടുക ചെയ്യുക. അതായത് ബാബയുടെ ദിനചര്യയുടെ അവജ്ഞ ചെയ്യുമ്പോൾ ബുദ്ധി ഭാരമുള്ളതായി മാറും. അപ്പോൾ ഭാരമുള്ള ബുദ്ധി ഒരിക്കലും മുകളിലേക്ക്, അതായത് ബാബയുമായിട്ട് അങ്ങ് ബുദ്ധിയെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. അപ്പം അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ എഴുന്നേൽക്കുക. അപ്പം ബാബ സാധാരണ അമൃതവേളയിൽ എഴുന്നേൽക്കുന്ന ദിനചര്യ നമ്മളോട് പറഞ്ഞു. നമ്മൾ എഴുന്നേറ്റിട്ട് എങ്ങനെ ഇരിക്കണം എന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഹൗസായിട്ട് മൈറ്റ് ഹൗസായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഇരുന്നു എങ്കിൽ പകുതി മാർക്കേ കിട്ടുള്ളൂ. അതിൻ്റെ കറക്റ്റ് ബാബ പറയുന്ന രീതിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മുരളി കേൾക്കാതിരിക്കുക, അതും പാടില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ് മുരളി കേൾക്കാൻ സമയത്ത് വന്ന് കേൾക്കാൻ സാധിച്ചില്ല എങ്കിലും ശരി, പിന്നെ വായിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ ആരോടെങ്കിലും വായിച്ച് കേൾപ്പിക്കാൻ പറയുക. അപ്പോൾ ബാബ പറഞ്ഞിട്ടുള്ള ഓരോ ദിനചര്യയിലും നമുക്ക് അത്രയും ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരെണ്ണം പോലും നമ്മൾ പാലിക്കാണ്ട് അലക്ഷ്യമായിട്ട് വിടാൻ പാടില്ല. അപ്പം അങ്ങനെ നമ്മൾ വിടുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി യോഗത്തിൻ്റെ ബലം അനുഭവം നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. अलौकिक जीवन की दिनचर्या क्यों इतनी महत्वपूर्ण है? क्योंकि हम ब्राह्मण हैं तो हमारा जन्म दिव्य और अलौकिक है. हमारी जन्म साधारण नहीं, हम
मुख वंशावली है, हम प्रवेश होने योग्य ब्राह्मण बच्चे हैं। हम भगवान के वरदान से हमारा ये अवतरित जन्म है धर्म स्थापनार्थ। जब जन्म की इतनी महत्व है, जो भगवान डायरेक्ट ब्रह्मा मुख से हमें जन्म दिया, तो उसका ताकत विधि है जिसके आधार से हमारी जीवन की दिनचर्या साधारण लोगों जैसे न हो। जब चाहिए उठे, जब चाहिए सो गए, जब चाहिए खाया, जब चाहिए जैसे चाहिए चल पड़े, ये हमारी दिनचर्या नहीं होना चाहिए। ना बोलना, ना चलना, कोई भी बात में हम साधारण नहीं रह सकते। वो साधारणता अलौकिकता में, दिव्यता में तब बदलेगा जब हम सारी इन मर्यादाओं में, नियमों में पक्का चलेंगे। അപ്പോൾ അതായത് നമ്മുടെ ഇത് അലൗകിക ജീവിതമാണ്. അലൗകിക ജീവിതത്തിൻ്റെ ദിനചര്യയും അത്രയും തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മുടെ ജന്മം തന്നെ സംഗമയുഗത്തിൽ സ്വയം ഭഗവാൻ ബ്രാഹ്മണ ജന്മം നൽകിയിരിക്കുകയാണ്, നമ്മൾ അവതരിച്ചിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ വിശ്വത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട്. അപ്പം ജന്മം അത്രയും ശ്രേഷ്ഠമാകുമ്പോൾ തീർച്ചയായിട്ടും ആ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ശ്രേഷ്ഠമായിരിക്കണം. സാധാരണ അതായത് സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ദിനചര്യ ആയിരിക്കാൻ പാടില്ല നമ്മുടേത്. എപ്പോൾ തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുന്ന പോലെ കഴിക്കുക, അല്ലെങ്കിൽ തോന്നുന്നത് പോലെ നടക്കുക, എല്ലാം അതായത് അതിനൊരു പ്രത്യേകിച്ചൊരു ചിട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആവാൻ പാടില്ല. അപ്പം നമ്മുടെ ജന്മം അത്രയും ശ്രേഷ്ഠമാകുമ്പോൾ ആ ശ്രേഷ്ഠമായ ജന്മത്തിൽ പാലിക്കുന്ന ഓരോ കാര്യങ്ങളും ദിനചര്യയും അതേപോലെ തന്നെ ശ്രേഷ്ഠമായിരിക്കണം. അപ്പോഴേ നമുക്ക് ശരിയായിട്ടുള്ള അനുഭവം ചെയ്യാൻ സാധിക്കുള്ളൂ. तो दूसरी बात है, ये चौथी बात ना, तो बाबा जो कहता ब्राह्मण जीवन में कभी भी अलौकिक मर्यादाएं जो है, श्रीमत की मर्यादाएं, नियम के साथ साथ जो संबंधों की मर्यादाएं हैं वो कभी नहीं तोड़ना चाहिए, ना उसको अवॉइड करना चाहिए। क्योंकि हर एक श्रीमत की मर्यादाएं जो है उसके पीछे विज्ञान है, साइंस है, जिसको आप समझेंगे तो कभी भी आप कोई भी नियम, कोई भी मर्यादा श्रीमत को कभी छोड़ेंगे नहीं। चाहे वो खान पान का हो, चाहे वो पवित्रता का हो, चाहे वो गुणों की धारणा का हो, या संबंधों में कितना आना है, चाहे लौकिक या अलौकिक कितना नहीं आना है, उसके पीछे कर्म बंधनों की जो स्पष्ट समझानी है। अगर ये सारी बातें नहीं समझेंगे तो फिर हम थोड़ा बहुत ऐसे वैसे कर लेंगे। एग्जाम्पल, बाबा कहता शुद्ध सात्विक आहार बच्चों को लेना चाहिए, जिसमें मन और दिल शुद्ध हो जाएगा। बाबा कहता है ना, देखने वालों के लिए तो लौकिक वालों को ये कैसे हो सकता है बोलते हैं, लेकिन जो बाबा के बच्चे इस नियम के पीछे, एक छोटा सा नियम है, इसके पीछे अगर साइंस समझेंगे, इसका लॉजिक समझेंगे, भगवान ये क्यों कहता है, दृष्टि दे के कोई भी कहा कि मना मैं शुद्ध बना के खा सकती हूँ तो खावे, लेकिन नहीं, क्यों इतना सख्त किया है? कारण ये है कि इस शुद्ध भोजन के पीछे जन्मांतर के कर्म बंधन है। भोजन आपको जन्म तक ले जाता, जैसे ऋषि मुनियों के लिए बाबा कहता
बच्चे वो तो सब संन्यास करके चले गए, लेकिन उनको भोजन देने वाले तो गृहस्थी निकले ना। उनके हाथ का खा के उनको उनके पास ही जन्म लेना पड़ता। अन्न का अन्न दोष या संग दोष, अन्न का दोष इतना ही है, वो जन्मों तक बंधन बना देता। इसलिए बाबा के बनने के बाद ऐसे नहीं आपका दोस्त बुला लिया खा गए। अरे बाबा के बच्चे ही तो है ब्राह्मण, उनके पास ही तो मैंने खाया। क्यों खाया? आपका क्या बना, क्या लगता है वो? आपने बनाया संबंध तो कर्म का बनाया, जिसके कारण आपको उसको चुकाने लिए उनके पास जाना पड़ता है। इसलिए ये बंधन जो है, अन्न कारण पानी का, स्थान का, संबंध का, ये जन्मों से बहुत गहरा कनेक्शन है, जिस कारण भगवान का कहता सिर्फ आप बच्चे मेरा ही खा सकते हो। भले लौकिक में आप कमाते हो, कुछ भी करते हो, लेकिन ट्रस्टी इसलिए बनना है, बाबा सब कुछ तेरा, और आप जो दे रहे हो ये आपका धन है, उसका मैं भोजन कर रहा हूँ, तब ये भोजन ब्रह्मा भोजन बनेगा। भले आप घर में खाते, भोग रख के खाते हो, उसका शुद्धता आपको पवित्र बनने में, पावन बनने में, कर्म बंधनों को तोड़ने में मदद करता। ऐसे हर नियम का, हर एक गुण की धारणा का भी आप सोचेंगे कितनी बड़ी बड़ी सद्गति की राज़े। एक एक गुण के पीछे अनेक आत्माओं के बंधनों में, कर्म बंधनों में आने का, योग का बल जमा करने का बहुत सारी विधियां है। इसलिए हमें समझना है। ऐसे नहीं बाबा कहता चलो चलो, नहीं, क्यों कहता? इस गुण से, इस ताकत से, इस शक्ति से, ये मर्यादा से मेरा सद्गति का क्या कनेक्शन? अब का निर्बंधनता में मुझ आत्मा की स्वतंत्रता का क्या कनेक्शन है? ऐसे आप हर एक बात जब सोचेंगे, कभी नहीं स्वप्न मात्र में भी कोई भी नियम मर्यादा को आप कभी नहीं तोड़ेंगे। इसलिए इस जीवन में अगर योग का बल आपको जमा करना है, इन बातों पर आपको बहुत बड़ा एक स्वयं का निर्णय, एक जजमेंट आपको अपने लिए लेना है। मुझे चलना है तो मुझे ऐसे ही चलना है। जो मम्मा ने कहा, सारा सुना ना कल, अगर पार्टी बजाना है, मैं क्यों नहीं नंबर 1 पार्ट बजाऊं? ऐसे वैसे क्यों बजाऊं? मम्मा की ये चैलेंज था। तो ऐसे अगर मैं बीके बन के चलना है, मैं ऐसे वैसे क्यों चलो? मैं एक बाबा का सच्चा बच्चा बन के चलो, मैं रियल बच्चा बन के चलो, स्टूडेंट बन के, भगवान का स्टूडेंट है, कितनी बड़ी ऑनर है, उनका मैं फॉलोअर हूँ। बाबा मुझे खुदा दोस्त है, मेरा साजन है, मेरा बच्चा है, मेरा सब कुछ है। ये गहराई से रियलाइज करो, तब संबंध बहुत गहरा बाबा से जुड़ेगा। तो आपकी योग इतना गहरा हो जाएगा, जो योग की ताकत है, बाबा की संबंध की ताकत, उसकी जो नशा है, उसकी जो खुशी है, आप में जमा ऐसा होगा जो कभी भी आप अंदर हिलेंगे नहीं। അതായത് പറഞ്ഞത് നമുക്ക് ദിനചര്യയിൽ ശ്രീമത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതും ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബന്ധങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ബാബ അതിൻ്റെ ഡയറക്ഷൻ, അത് ശ്രീമത്ത് തന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ആയിരിക്കണം നമ്മൾ ബന്ധങ്ങൾ പാലിച്ചു കൊണ്ടുപോവേണ്ടത്. അത് നമ്മുടെ ബന്ധനമായിട്ട് മാറാൻ പാടില്ല. അപ്പോൾ ബാബ തരുന്ന ഓരോ ശ്രീമത്തിൻ്റെ പുറകിലും ഒരു സയൻസും ഉണ്ട്.
അതായത് സയൻസും ആ ഓരോ ദിനചര്യയുടെ പുറകിലും ഒരു കാരണം, ഒരു സയൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അതായത് ഭോജനം, ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പലരും ഭക്ഷണത്തിൻ്റെ, അതായത് ബാബ ഭക്ഷണത്തിൻ്റെ ശ്രീമത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ചിലർ വിചാരിക്കുന്ന നമ്മൾ ബാബ പറഞ്ഞല്ലോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും അതിൻ്റെ പുറകിൽ എത്ര വലിയ നേട്ടമാണ്, പ്രയോജനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ പറഞ്ഞത് ചിലർ വിചാരിക്കുമെന്ന്, അതായത് സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്ത് വിളിച്ചു, അവിടെ പോയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും. ദീദി പറയുക അങ്ങനെയല്ല. അതായത് ഭക്ഷണവുമായിട്ട് നമ്മുടെ അനേക ജന്മങ്ങൾക്ക് ബന്ധമുണ്ട്. പവിത്രമായ ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. അതിൽ ഉദാഹരണം പറഞ്ഞത്, സന്യാസിമാർ സാധാരണ ഭിക്ഷയാചിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഭിക്ഷയാചിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതെന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു ബന്ധനം, ആ ഒരു കണക്ഷൻ അവിടെ വരുമ്പോൾ വീണ്ടും അങ്ങനെയുള്ള അവരുടെ അടുത്ത് പോയിട്ട് ജന്മം എടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അത് നമ്മുടെ അനേക ജന്മങ്ങളിലേക്ക് നമ്മളുമായിട്ട് ബന്ധം അല്ലെങ്കിൽ ബന്ധനം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ സാത്വികമായിട്ടുള്ള ശുദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കുക. അപ്പം അതുപോലെ തന്നെ ബാബ എപ്പോഴും പറയാറില്ലേ, ബാബ തരുന്ന ഭക്ഷണം, ബാബയുടെ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ വീട്ടിലായിരുന്നാലും ശരി, ഉണ്ടാക്കും ഭക്ഷണം വിചാരിക്കുക ഞാൻ ട്രസ്റ്റിയാണ്, ബാബ തരുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാബയാണ് എനിക്ക് തരുന്നത്. ആ ബാബയുടെ ഓർമ്മയിൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് അനേക ജന്മത്തേക്കുള്ള ഭാഗ്യം ഉണ്ടാക്കുക. അപ്പോൾ ഭക്ഷണം, അതേപോലെ ബന്ധം, അതായത് ഇതിൻ്റെയൊക്കെ ബാബ എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രീമത്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളത് കഴിക്കണം, ആരിൽ നിന്നൊക്കെ കഴിക്കാം, ആരുമായിട്ടൊക്കെ ബന്ധം വയ്ക്കാം. ഇതെല്ലാം ഈ ഒരു ജന്മത്തേക്കല്ല, അനേക ജന്മത്തേക്ക് നമ്മുടെ ഭാഗ്യത്തെ നമ്മളെ നയിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അല്ലാതെ അങ്ങനെയല്ല എന്ന്, അതായത് ബാബ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പാലിക്കുക, കഴിക്കാതിരിക്കുക, അതായത് വേറെ നിവൃത്തിയൊന്നുമില്ല, ബാബ പറഞ്ഞതല്ലേ അതുകൊണ്ട് പാലിക്കാം, അങ്ങനെയല്ല. അപ്പം അതിൽ മമ്മയുടെ കാര്യം പറഞ്ഞത്, അതായത് ഡ്രാമയാണ്, നമ്മൾ ഓരോരുത്തരും പാർട്ട്ധാരിയാണ്, നമ്മൾ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഹീറോ പാർട്ട് അഭിനയിച്ചുകൂടാ? അതായത് അത്രയും നല്ല പാർട്ട്, ശ്രേഷ്ഠ പാർട്ട് എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, എനിക്ക് അങ്ങനെ ആയിക്കൂടാ എന്ന് വേണം ചിന്തിക്കേണ്ടത്. അല്ലാതെ അങ്ങനെ ഇങ്ങനെയുള്ള പാർട്ടൊന്നും എനിക്ക് കിട്ടിയാൽ പോരാ. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ബാബയുടെ കുട്ടികളാണ്, അങ്ങനെ ഇങ്ങനെയുള്ള ബിക്കൊന്നും ആയാൽ പോരാ. അതായത് ബാബ പറയുന്നത് മുഴുവനായിട്ടും പാലിക്കുന്ന നല്ല ബാബയുടെ കുട്ടി, നല്ല BK ബ്രാഹ്മണ കുട്ടിയായിട്ട് തന്നെ എനിക്ക് പോകണം. അപ്പം അതുകൊണ്ട് ഈ ബാബ പറയുന്ന ഓരോ ശ്രീമത്തിൻ്റെ പുറകിലും വളരെ വലിയ സയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോഴേ യോഗത്തിൻ്റെ ശക്തിയുടെ അനുഭവം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിൽ പവിത്രത, ബന്ധങ്ങളിൽ പവിത്രത, ഇതെല്ലാം നമുക്ക് എത്രമാത്രം വരുന്നു അതിനനുസരിച്ചാണ് യോഗത്തിൻ്റെ അനുഭവം, ശക്തിയുടെ യോഗബലം നമുക്ക് പ്രാപ്തമാകുന്നത്. वो एक दो एग्जाम्पल, बाकी आपको हर एक श्रीमत के पीछे आपको सोचना है, बाबा क्यों कहता खुश रहो, बाबा क्यों कहता धैर्यवत रहो, सहनशील रहो. ये सारा समझेंगे ना, आपको बहुत आनंद आएगा. द फाइनल लास्ट वन में ये सारी मेन बातें हैं जिसके कारण हमारे अंदर इन बातों की धारणा की कमी योग का बल जमा करने में गड़बड़ करता है. वो संबंधों की ताकत मेरे अंदर आना है, तो हमें संबंधों में 4 बातें हैं. एक है बाप के संबंध में फरमान बरदार. फरमान बरदार माना, आप पहले गीत सुनते थे ना, आपकी फरमाइश, माना आपकी जो इच्छा है, जो आप चाहते हो, तो वो मुझे करना है. माना बाबा की फरमाइश मेरे लिए क्या है, बाबा मुझे क्या चाहता है. बाबा मुझे राजा चाहता है, हर वक्त कोई परवशता नहीं चाहता है.
मुझे कभी भी हार खाने वाला, निर्बल रहने वाला, कमज़ोर रहने वाला ये देखना नहीं चाहता है। तो बाबा की जो भी आशाएं हैं मेरे प्रति, उसको समझ के मैं करूं, उसकी फरमान बरदार बच्चा रहूं। ये पहली बात बाप के ताकत से पूरा वर्षा संगम में ज्ञान गुण शक्तियाँ सिद्धियों की वर्षा, सतयुग में इसके रिजल्ट में जन्मांतर की राजाई की वर्षा, सारे कल्प में पूज्य अधिकारी राज्य अधिकारी बनने के वर्षा मिलता। तो बाप के संबंध की ताकत से कोई भी राजा का बच्चा होता है जन्म से ही कितना नशे में रहता, बाण किंग है ना, वो पुण्य की ताकत है। यहाँ तो हमें जन्म की ताकत के साथ भगवान के सर्वश्रेष्ठ संबंधों की ताकत, उसका ताकत, शक्तियों के अधिकार, ज्ञान का अधिकार, कितने सारे अधिकार मिला। तो क्यों नहीं मैं सदैव फरमाइश पर, बाप के फरमाइश पर चलने वाला रहूं, बाप के आशाओं को मैं समझूं, बाप के भावनाओं को, उनकी इच्छाओं को मैं समझूं, फिर उस पर मैं कदम के ऊपर कदम रखूं। तब मैं योग की बल, योग माना संबंध, संबंध की बल एक एक करके, माँ बाप की बल बहुत बड़ा है, ऊंचा उड़ने, निरंतर उन्नति करने के लिए ये पहली बात है। ബന്ധങ്ങളുടെ കാര്യത്തിൽ പറയുകയാണ്, അതിൽ 4 കാര്യങ്ങൾ ബന്ധങ്ങളിൽ ബാബയായിട്ടുള്ള ബന്ധത്തിൽ ഓർമ്മിക്കണം. ഒന്നാമത്തതാണ് ബാബയുടെ ആജ്ഞാനുവർത്തിയായിരിക്കുക. ബാബ എന്ത് ആജ്ഞ നൽകുന്നോ അത് അതേപോലെ പാലിക്കുക. എപ്പോഴും ആലോചിക്കുക, ബാബ എന്നിൽ നിന്നും ഞാൻ എങ്ങനെയായി കാണാനാണ്, ഞാൻ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, എന്നിൽ നിന്നും ബാബ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനനുസരിച്ച് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ്. അതായത് ബാബയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ബാബ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധമാണ്. ബാബ എല്ലാ രീതിയിലും നമ്മളെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബാബയുമായിട്ടുള്ള ബന്ധം, യോഗത്തിൻ്റെ ശക്തി നമുക്ക് ശരിയായിട്ട് അനുഭവം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ബന്ധം, ബാബ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ബാബ ആഗ്രഹിക്കുന്നത് നമ്മളെ ശ്രേഷ്ഠമായി കാണാനാണ്. അനേക ജന്മത്തിൽ നമ്മൾ രാജാവായി കാണാൻ ബാബ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ ജന്മന, അതായത് ഇനി വരാൻ പോകുന്നതിൽ ജനിക്കുമ്പോഴേ അതായത് ജന്മമേ രാജാവിൻ്റെ കുട്ടിയായിട്ടാണ്. അപ്പം ഞാൻ എങ്ങനെയായിരിക്കണം, ഇപ്പോഴേ അതിനനുസരിച്ചുള്ള ആ ഒരു മാറ്റം എന്നിൽ വരണം. അപ്പോൾ ബാബ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കാവാൻ സാധിക്കണം. അതിനെക്കുറിച്ച് ചിന്തിച്ച് അതനുസരിച്ച് ആവുമ്പോഴാണ് യോഗത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കാം. दूसरा है शिक्षक के संबंध में ईमानदार अर्थात ओबीडियंट। स्टूडेंट्स जो होता है ओबीडियंट होता है, तो ओबीडियंट में बाद में करेंगे ऐसा नहीं। टीचर कहता आज आपको ये होमवर्क करना है, स्टूडेंट जो अच्छे स्टूडेंट होता वो इमीडिएट अपनी होमवर्क करता, बाद में नहीं। स्टूडेंट्स जो टीचर चाहते उसका उस घड़ी रैंक आने वाले स्टूडेंट कभी अलबेले नहीं रह सकते, कभी केयरलेस नहीं कर सकते उनकी टीचर की पढ़ाई को। श्री द्रोणाचार्य अंतिम शिक्षा अर्जुन को क्या देता है, आप सब सुना है ना। वो कहता है मैं अंतिम पाठ आपको सिखाता हूँ, आप योद्धा हो। अगर सदैव योद्धा होके विजयी रहना चाहते हो, जीवन में कभी आलसी नहीं बनना, पहली बात। दूसरा, सदैव परिश्रमी, अपना अभ्यास जो है निरंतर अपने अस्त्र शस्त्रों को साथ रखते हुए उसको उपयोग करना, उस अभ्यास को कभी कम नहीं करना। कितना भी आप बड़ा प्रवीण हो जाओ, लेकिन योद्धा वो है
निरंतर अभ्यासी हैं। योगी एंड योद्धा हम दोनों हैं। जीवन में बाबा जो कहता उसकी ओबीडियंस ही माना, उसने कहा मैंने किया। मम्मा बाबा नंबर 1 क्यों गए? दादी कहती बाप ने, शिव बाप ने कहा, ब्रह्मा बाप ने किया, उसको देख तुरंत मम्मा किया, इसलिए वो प्लस में आ गए। हम लोग थोड़ा थोड़ा टाइम लिया, जिस कारण नंबरवार हो गए। ऐसे बाबा की ओबीडिएंट बनने में हम देर न करें। ये बाबा एज ए टीचर अगर पद पाना है, सदैव अंतिम जन्म तक संपत्तिवान रहना है, तो हमें इस संबंध की ओबीडियंस वो छोड़ना नहीं है। അടുത്തത് അനുസരണ എന്നുള്ളത് പറയുകയാണ്. അതായത് ടീച്ചർ നല്ല സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യാൻ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു, അത് അതേപോലെ കൃത്യമായിട്ട് അനുസരിച്ച് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ബാബ നമുക്ക് ലാസ്റ്റ് പേപ്പറിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ബാബ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും യോദ്ധാവായിട്ട്, യോദ്ധ എന്ന് പറയുമ്പോൾ ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല. അപ്പം എപ്പോഴും അവർ അഭ്യാസം, പ്രാക്ടീസ് അവർ സദാ ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയായ യോദ്ധാവ് ഒരിക്കലും ആലസ്യത്തിൽ അഭ്യാസം ചെയ്യാതെ മാറിയിരിക്കില്ല. അപ്പം സദാ നമ്മൾ അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ടീച്ചറിൻ്റെ രൂപത്തിൽ ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തോ അതിൻ്റെ അഭ്യാസം നിരന്തരം ചെയ്യുമ്പോൾ മാത്രമേ യോഗത്തിൻ്റെ ബാബയുമായിട്ട് കണക്ഷൻ വയ്ക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ശക്തിയുടെ അനുഭവം ചെയ്യാനും സാധിക്കൂ. तो इसलिए बाप की फरमाइश, उनकी आशाएं और टीचर की पढ़ाई सोर्स ऑफ इनकम, पढ़ाई पद की आधार है। तो इसमें कभी थोड़ा भी कमी नहीं करना चाहिए। तीसरी बात है वफादारी। तो साजन के संबंध में हॉनेस्टी बहुत गहरी विशाल बात है। विश्वास पात्र, हॉनेस्ट, इतना हॉनेस्ट में विश्वास पात्र के साथ, विश्वास किस बात का? ये कभी भी जो मैंने दिया वो सदुपयोग करने में, सफल करने में, ये सत्यता के आधार से हॉनेस्ट समझ रहे हो ना, इसका हॉनेस्टी कभी नहीं टूटता। तो हॉनेस्ट सिर्फ पैसे में नहीं, हॉनेस्ट संबंधों में, हॉनेस्ट भगवान जो खजाना दिया उसको सफल करने में, भगवान ने जो समय दिया संगम के, ये समय को स्वयं और दूसरों के कल्याण में सफल करने का, तो सर्व खजानों को स्वयं और विश्व कल्याण में एक सेकंड भी उसको व्यर्थ न करने का, इतनी सारी हॉनेस्टी, संबंधों में ऑनेस्टी बहुत बड़ी बात है। सी आजकल संबंध क्यों टूट रहा है, डिवोर्स क्यों हो रहा है? आपस में वो एक दो पर स्पष्ट नहीं है, ऑनेस्ट नहीं है, छिपाते हैं अंदर, तभी संबंध टूटता है। तो क्या होता, संबंध में चलते हैं, डिवोर्स नहीं देते, टगाफार चलता रहता, तो उसमें कोई सुख नहीं होता। लेकिन बाबा मेरा सब कुछ है, मेरा साजन है, तो मेरा दिल की बात, मेरी जो कुछ भी अंदर आपकी विशेषता हो, आपकी कमियां हो, आप जो कोई भूल करते हो या अच्छा करते हो, हर बात इमीडिएटली बाबा को बोलना है। बाबा से अगर अच्छा किया, बाबा आपने कराया, भूले हो गई अपने संस्कार, पिछले जन्मों की कर्मों के वश कान पकड़ना है, और फिर वो भूले जीवन में कभी नहीं होना है। तो ये लक्ष्य जब तक नहीं माना, मैं और बाबा के बीच में कोई भी बात छिपना नहीं चाहिए।
अपने को बाबा के आगे इतना स्पष्ट करना है, हॉनेस्ट वो है, नहीं तो हम हॉनेस्ट नहीं है, फिर उसका ताकत नहीं मिलता। कंपेनियन है ना, बाबा जीवन का साथी है, उसका सदैव साथ और कंबाइंड, उनका सहयोग, उनकी सारी प्राप्तियां नहीं हो सकता, हम बाबा के समीप नहीं आ सकते। इसलिए ये वफादारी बाबा के साथ, तुम्हीं से बैठूं, तुम्हीं से बोलूं, तुम्हीं से कदम पे कदम रखूं, तुम्हीं से सब कुछ हर कार्य करूं, ये जो वादे हैं ऑनेस्टी के बाबा के साथ, वो करें। हाँ, जो भी हमने बोला है बाबा मैं आपके साथ, तो बुद्धि से जो जैसा चलाता वैसे मैं चलती। बाबा चाहता आत्म अभिमानी होके ऊपर रहो, साथ रहो, हम ऐसे करते हैं। ये कदम कदम पर ज्ञान को अच्छी तरह से समझना है। ये वफादारी में कभी कमी नहीं आवे, तो नहीं तो हम बाबा से दूर हो जाएंगे। വിശ്വസ്തത എന്ന് പറയാണ്, ബന്ധങ്ങളിലെ വിശ്വസ്തത വളരെ ആവശ്യമാണ്. അപ്പം വിശ്വസ്തത എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാബ തന്നിട്ടുള്ള എല്ലാം തന്നെ, അതായത് ധനം, അതേപോലെ സമയം, ഗുണങ്ങൾ, ശക്തികൾ, അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ബന്ധങ്ങൾ എല്ലാം തന്നെ. അപ്പോൾ അതിൽ നമുക്ക് വിശ്വസ്തത വരണം. ഇപ്പം ലോകത്തിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഡിവോഴ്സൊക്കെ കൂടുതൽ വരാനും കാരണം ബന്ധങ്ങളിൽ പരസ്പരം വിശ്വാസം ഇല്ലായ്മയാണ്, വിശ്വസ്തതയില്ലായ്മയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക്, അതായത് നമ്മുടെ ജീവിതത്തിൽ ബാബ നമ്മുടെ കമ്പാനിയനാണ്, നമ്മൾ കമ്പൈൻഡാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ബാബയോട് പറയാത്തതായിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് എല്ലാ കാര്യങ്ങളും ബാബയോട് നമ്മൾ സത്യസന്ധമായിട്ട്, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പങ്ങളാണെങ്കിൽ പോലും എല്ലാം ബാബയോട് പറയണം. ബാബയോട് എന്നിട്ട് മാപ്പും പറയുക. അതായത് പഴയ സംസ്കാരത്തിന് വശപ്പെട്ട് എന്നിൽ നിന്നും അങ്ങനെ സംഭവിച്ചു പോയി, ചിന്തിക്കുന്നതായിരുന്നാലും പ്രവർത്തിക്കുന്നതായിരുന്നാലും. അപ്പോൾ എല്ലാ രീതിയിലും ബാബയുമായിട്ട് വിശ്വസ്തത പാലിക്കുമ്പോഴേ ബന്ധം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ബന്ധം നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ, യോഗം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസ്തത വരുമ്പോൾ ബന്ധം നന്നാവും. ബന്ധം നന്നായെങ്കിൽ മാത്രമേ യോഗത്തിൻ്റെ ശക്തിയുടെ അനുഭവം നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും വിശ്വസ്തനായിരിക്കുക. माना हॉनेस्ट है तभी विश्वास पात्र है। जैसे कोई बच्चा सच्चा प्रामाणिक होता है ना, जो माँ बाप जैसे कहते वैसे करते हैं, तो उस बच्चे पर विश्वास बैठ जाता है। वो फिर सोचेगा ये मेरा बच्चा, इसके हाथ में सारा देंगे, ये कभी भी गड़बड़ नहीं करेगा ना उड़ाएगा। तो वो हॉनेस्टी, तो बाबा की इतना मेरा ऊपर विश्वास तब होगा, मैं बाबा के हर संबंध में बाप के साथ कभी मेरा छिपा हुआ बात नहीं, मैं एकदम स्पष्ट हूँ। तो श्रेष्ठ रहने के, श्रेष्ठ करने के ताकत मिल जाता। तो स्पष्टता से ही श्रेष्ठता, तो वो ऑनेस्टी से ही आता है। तो संबंधों में, हर संबंध में विश्वास बढ़ता जाता, तो हम बाबा के समीप आते हैं. അപ്പോൾ ഇതുപോലെ സാധാരണഗതിയിലും ഏതെങ്കിലും ഒരു കുട്ടി അച്ഛനും അമ്മയും പറയുന്നത് അതുപോലെ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മേൽ അച്ഛനും അമ്മയ്ക്കും അത്രയും വിശ്വാസം ഉണ്ടാവും. ഇത് കുട്ടിയെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പം അതേപോലെ നമ്മളും ബാബയുമായിട്ടുള്ള ഓരോ ബന്ധത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത എത്രമാത്രം നമ്മൾ പാലിക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ നമ്മളിൽ ശ്രേഷ്ഠത വരുള്ളൂ. അപ്പം ശ്രേഷ്ഠത വരുന്നതിനനുസരിച്ച് മാത്രമേ ബന്ധങ്ങൾ അതായത് ബാബയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ വെച്ച് നമുക്കതിൻ്റെ അനുഭവം ചെയ്യാൻ സാധിക്കൂ. लास्ट है सतगुरु के संबंध में आज्ञाकारी. आज्ञा सतगुरु देता है, आज्ञा में रियायत नहीं होता.
कंसेशन नहीं होता। आज्ञा माना आज्ञा। भगवान जो कहता पहली आज्ञा, देह और देह के संबंधों को भूल बुद्धि से छोड़ मामेकम शरणम। मुझे एक के आगे सरेंडर हो जाओ, जो मैं सब पापों से मुक्त करूँगा। तो ये आज्ञा में हमें कभी आनाकानी नहीं करना चाहिए, जिस कारण मेजॉरिटी बाबा के बच्चों में 99% ही नहीं 99.5% देह को भूल निरंतर आत्म अभिमानी रहे। एक बाप के आगे बुद्धि सरेंडर करके, बाबा पर सरेंडर माना श्रीमत पर सरेंडर, उनकी बातों पर, उनकी आज्ञाओं पर सरेंडर। उसमें कमी के कारण सबके योग का कंप्लेंट है, बाबा योग नहीं लगता, व्यर्थ संकल्प चलता, हम उड़ नहीं सकते। कईयों का कई कंप्लेंट्स। तो कारण सतगुरु की आज्ञा बहुत खड़ा होता है। उसमें आज्ञा माना आज्ञा, दे दी माना दे दी। अगर उसका पालना किया तो आशीर्वाद है, कृपा है। उसका पालना नहीं किया फिर उस कर्मों का श्राप है। भगवान श्राप नहीं देता, मेरा कर्म ही मुझे श्रापित कर देता। इसलिए आज्ञाओं पर हमें बहुत खबरदारी रखना है। ये पहली आज्ञा। അപ്പം അടുത്തത് സദ്ഗുരുവിൻ്റെ ബന്ധം. हमें बाबा के श्रीमत पर क्यों चलना है? क्या है जो हम चाहते हुए कभी चल नहीं पाते? कारण क्या? कारण इतना ही है, हम बाबा को पहचाना नहीं है। क्योंकि अर्जुन जब पूरा ही पूरा भगवान को देखने के बाद जो समझा और कहा, मैं अभी आपको पूरा समझ गया, अभी मैं आपके आगे सरेंडर हूँ। क्यों सरेंडर हूँ? क्योंकि आप सारे दिशाओं को, दशाओं को जानते हो। सब कुछ जानने के बाद आप मुझे यथार्थ मेरा मुक्ति के लिए मार्गदर्शन आप ही कर सकते हो। जब तक हमारे दिल में ये रियलाइजेशन के आधार पे ये बात नहीं आती, मेरे संपूर्ण सद्गति का आधार बाबा, उसकी एक एक मत के पीछे मेरा सद्गति है, मेरा मुक्ति, जीवन मुक्ति इस शरीर में, इस जीवन में है। ये जब तक हम मानेंगे नहीं, पहचानेंगे नहीं, तब तक कोई ना कोई आज्ञाएं मिस होगा। क्योंकि देह सहित देह के सब धर्मों को, संबंधों को छोड़ो जो बोलता है, ऑर्डर दे रहा है ना, आज्ञा। फिर नेक्स्ट है पवित्रता की आज्ञा, उसका नेक्स्ट है सत्यता की आज्ञा, फिर उसका नेक्स्ट है गुणों की धारणा की आज्ञा, उसका नेक्स्ट है सदैव मेरे सत्य के संग में रहो और कोई संग दोष में न आओ। ये सब आज्ञाएं, बड़ी बड़ी आज्ञाएं हैं, जिसके अंदर मेरा जन्मों की कर्म बंधन काटने का उपाय है। तो इसलिए पवित्रता में तो बाबा ने तो बोल दिया है, आप लोग सुन लिया है। पवित्रता में अगर विकार के वश हो गए, उसमें कोई रियायत, कोई कंसेशन नहीं है, आप कुछ भी कर लो।
ये सुना है ना आप सभी, तो इसलिए मैं उसमें ज़्यादा नहीं जाऊंगी। तो ये चारों ही बातें, फरमान बरदार, ईमानदार, वफादार और सतगुरु के संबंध में आज्ञाकारी, जहाँ जैसे बिठाएंगे, जैसे चलाएंगे, जो कहेंगे जब कहेंगे वो करेंगे, ये उसकी आज्ञा के लिए हमारी वादे है। तो इसलिए हमें इन बातों को अच्छी तरह से समझते हुए जितना हम आगे बढ़ेंगे तब हमारा योग अटूट रहेगा, और हमारा मन जब शांत शीतल हो जाता है ना, तो कर्मेंद्रियां शांत और शीतल होंगे। जब आत्मा तृप्त हो जाएंगी, बाबा के संबंधों के पालना, संबंधों का रस, संबंधों में सुख जब अनुभव होगा तो आपका बुद्धि और कहीं भटकेगा नहीं। योग एकाग्र चित्त बुद्धि, वृत्ति चित्त की जब एकाग्रता होती है, बाबा की याद, शक्तिशाली याद जब होता, तो ताकतें सारी योग बल जब जमा होता, इंद्रिय शांत और शीतल होता। आपको सब बातों में नीरस और रसहीन लगता, संबंधों में भी कोई रस नहीं, कोई अर्थ नहीं है। कलयुगी संबंधों में कहाँ भी कोई चीज़ सुंदर नहीं, बाबा से सुंदर नहीं, बाबा से गुणवान नहीं, बाबा से शक्तिशाली नहीं, बाबा से हाईएस्ट नहीं। कंपैरेटिवली बाबा जो है, जैसा है, उसके कंपैरिजन में आपको कहीं दिल नहीं लगेगा, मन नहीं लगेगा। ये पक्की बात है। नहीं तो आंखें चंचल होती, बुद्धि मन चंचल होता, काने दूसरों की बातें सुनने लिए तरसेगा, मुंह में इधर उधर की बात आएगा ही। तो क्योंकि अंतर्मुखता के अंडरग्राउंड में, इन रसों में, बाबा के संबंधों के, प्राप्तियों के रसों में जब हम जाते नहीं, इंद्रियां तो बाहर है ना, बाहर की बातें खींचती है। इसको अंदर करो। आंखें है, बाबा तीसरा आंख दिया, इस आंख को बंद करो बोला। तो तीसरा आंख क्यों दिया? मुझे अंदर अपने को देखना है, हर वक्त देखना है, हर सेकंड मुझे अपन को देखना। जब मैं बिंदु देखती तो दूसरों के मस्तक में ही बुद्धि जाता, वही देखेंगे। और बुद्धि की नेत्र बाबा को देखेगा, बाबा की सुंदरता को देखेगा, बाबा की गुणों की सुंदरता। ये बड़ा सब्जेक्ट है योग के। बाबा की शक्तियों की सुंदरता, उसकी कर्तव्य की सुंदरता, उसकी सहयोग की सुंदरता। क्या गाएंगे, कितना गाएंगे, नेवर एंडिंग बातें। तो इसलिए ये बातें जितना हम हर इंद्रियों को अंतर्मुखी बाएं, जो बाहरमुखी है, आंखें खुली है, कान खुला है, मुंह खुला है, इसको अंदर करो, अपने को देखो, अंदर हर बार अपने दिल को सुनो। हे आत्मा, तुम क्या चाहते हो? क्या चाहिए आपको? इधर किधर क्यों भटकते हो? क्या मिलता क्या है? अब अंतिम घड़ी आई तो ये सब आएगा। हम पूछे, हम अपना दिल का सुने, फिर हम अपने आप से बातें करें। एकाग्रचित होने का सरल युक्त है अपने आप से बातें करना। द बेस्ट मेथड। ब्रह्मा बाप के ऊपर शिव बाबा ने एक मुरली चलाया, जिसमें बाबा ने कहा है, 80s के बाद ये मुरली है, कि ब्रह्मा बाप अपने आप को इतने जल्दी पुनः अवतरित आत्मा क्यों बनाया, कैसे बनाया? क्योंकि ब्रह्मा बाप हर वक्त अपने आप से बातें किया, सेल्फ टॉक, अपने आप से बातें करना हम सीखे,
अपने अंदर हम बिजी रहना सीखे तो इंद्रिय शांत और शीतल होगा। और ये कर्मों से करें, आंखें आत्मा देख 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 आदत ही हो जाए। 14 बरस बाबा ने क्या कराया दादियों से, यही कराया, 1-2 के आगे बैठो, दृष्टि दो, आत्मा आत्मा को देखो। अगर यहाँ नीचे आंखें भी देखा, कहते थे फेल है फिर करो, फेल है फिर करो। जब तक बिल्कुल बिंदु पॉइंट की क्लैरिटी नहीं, तब तक छोड़ा नहीं। हम करते हैं ऐसे, कितना करते हैं, कितना घंटा करते हैं। तो आंखों की देह देखने की आदत कैसे मिटेगी? देह की बातों को देखने में इतना जल्दी बुद्धि चली जाती है, वो मिटाना है ना हमें। योग कैसे लगेगा, योग बल कैसे आएगा, इंद्रिया जीत कैसे बनेंगे? योग की ये पहली स्टेप है, अपने इंद्रियों को वश करना है। उसके बाद माया जीत है, उसके बाद विकर्मा जीत है, उसके बाद प्रकृति जीत है। स्टेप बाय स्टेप की बात है। तो उसके लिए योग बल, बाबा की संबंधों की ताकत हमें भरना है। ओम शांति। പറഞ്ഞത് അതായത് ശ്രീമത്ത് നമ്മൾ എന്തിനു പാലിക്കണം, അല്ലെങ്കിൽ ശ്രീമത്ത് പലരും പറയാറുണ്ട്, ശ്രീമത്ത് പാലിക്കുന്നതിൽ എനിക്ക് അതായത് പലർക്കും ബുദ്ധിമുട്ട് എന്നുള്ളത് പറയാറുണ്ട്. അപ്പം അങ്ങനെ വരുന്നതിൻ്റെ കാരണം ബാബ എന്താണ് എന്നുള്ളത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക്, അതായത് ബാബ ആരാണ് എന്താണെന്നുള്ളത് ശരിയായിട്ട് തിരിച്ചറിയാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം ബാബ എന്ത് ശ്രീമത്ത് അല്ലെങ്കിൽ എന്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പുറകിൽ നമ്മുടെ എത്ര അതായത് ഉയർച്ചയാണ്, നമുക്ക് എത്ര ശ്രേഷ്ഠതയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്കത് പാലിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇത് പറഞ്ഞത് അതായത് അന്തർമുഖിയായിട്ട് നമ്മൾ സ്വയം പരിശോധിക്കുക, പിന്നെ ചിന്തിക്കുക, അതായത് ബാബയുടെ ഓരോ പ്രവൃത്തിയിലും എത്ര ശ്രേഷ്ഠത, ബാബ തരുന്ന ശക്തികളിൽ ബാബയുടെ പാലന, ഇതിലൊക്കെ എത്ര മഹത്വം, എത്ര ശ്രേഷ്ഠതയാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ അനുഭവം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും മറ്റുള്ളതിലേക്കൊന്നും പോവില്ല. കാരണം അതിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകില്ല. അപ്പം അത് പോകാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ അന്തർമുഖിയായിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നില്ല, അതിൻ്റെ അനുഭവം ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് പുറത്തേക്ക് മനസ്സും ബുദ്ധിയും പോകുന്നത്. അപ്പം അതുകൊണ്ടിട്ടാണ് നമുക്ക് ശരിയായിട്ട് യോഗത്തിൻ്റെ അനുഭവം ശരിയായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയത്തിനോട് സംസാരിക്കാൻ ആദ്യം പഠിക്കുക. പറഞ്ഞത് അതായത് 80കളിലെ മുരളിയാണ്. അതിൽ പറഞ്ഞു, ബ്രഹ്മബാബ ഇത്രയും വളരെ വേഗം തന്നെ വീണ്ടും അതായത് വീണ്ടും ആ പഴയ ബാബയുടെ ആ ഒരു അവസ്ഥയിലേക്ക് ആ സ്റ്റേജിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ബാബ എപ്പോഴും സ്വയം തന്നോട് തന്നെ സംസാരിക്കുമായിരുന്നു. തന്നോട് തന്നെ സംസാരിക്കാൻ ബാബ സമയം കണ്ടെത്തി സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ചോദിക്കുന്നത്, നമ്മൾ എത്ര പേര് ഇങ്ങനെ സ്വയം തന്നോട് തന്നെ സംസാരിക്കുന്നുണ്ട്, സ്വയം തൻ്റെ ഉള്ളിലേക്ക് തന്നെ പുറമേക്ക് നോക്കാതെ, അതായത് ഏതുപോലെ ബ്രഹ്മബാബ ശിവബാബ എന്തു പറഞ്ഞോ അത് അതേപോലെ അനുസരിച്ചു, അതുപോലെ ഫോളോ ചെയ്തു, മമ്മയും അതേപോലെ തന്നെ. അപ്പം അതുകൊണ്ടാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പം നമ്മളും മറ്റുള്ളവരിലേക്ക് ബുദ്ധി പോകാതെ ബാബ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് ആവേണ്ടത്, സ്വയം അന്തർമുഖിയായിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യുക. പിന്നെ ബാബയുടെ ആജ്ഞയാണ് ദേഹസഹിതം എല്ലാം മറന്ന് ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത്. അപ്പം 14 വർഷം തപസ് ചെയ്തപ്പോഴും അത് തന്നെയാണ്, അതായത് ആത്മാഭിമാനി സ്ഥിതിയുടെ അഭ്യാസമാണ് ബാബ പ്രാക്ടീസ് ചെയ്യിച്ചത്. അപ്പം നമ്മൾ നോക്കുക, നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം സ്വയം നോക്കി ആ സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, എത്ര ബുദ്ധി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം മറ്റുള്ളതിലേക്ക് പോകുന്നതിൻ്റെ കാരണം നമുക്ക്
സ്വയം സംസാരിച്ച് അതിൻ്റെ ആ ഒരു രസം ശരിയായിട്ടുള്ള അനുഭവം നമുക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടിട്ടാണ് മനസ്സും ബുദ്ധിയും പുറത്തേക്ക് മറ്റുള്ളതിലേക്കൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ശരിയായിട്ട് യോഗത്തിൻ്റെ അനുഭവം ചെയ്യാൻ സാധിക്കാത്തത്. അപ്പം അതുകൊണ്ട് സ്വയം അന്തർമുഖിയായിട്ട് സ്വയം സംസാരിക്കുക. ബാബ തരുന്ന ശ്രീമത്ത് പാലന, അതിൻ്റെയൊക്കെ ആ ഒരു വിശേഷത, മഹത്വം അത് എത്രയുണ്ടെന്ന് ശരിയായിട്ട് തിരിച്ചറിയാം. कर्मेंद्रिय जीत भी बनना है പറഞ്ഞത്. അതായത് ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് മായാജീത്, പ്രകൃതി ജീത്, കർമ്മേന്ദ്രിയ ജീത്, ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പം നമ്മൾ എത്രമാത്രം പുറമേക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ പോകുന്നതിൽ നിന്ന് നമുക്ക് ഉൾവലിക്കാൻ സാധിക്കുന്നു, അതനുസരിച്ചാണ് ബാക്കിയുള്ളതിന്മേലൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കുക. अभी हम बाबा के स्वरूप की सुंदरता पर योग करेंगे. राइट, 8:15 तक योग करें, चलेगा? बाद में 9:30 to 10 लेटर टू गॉड क्या करेंगे? योग 8:15 तो करेंगे, बाद में भोजन के बाद छुट्टी, सबका पर्सनल स्टडी. ഭക്ഷണത്തിന് ശേഷം എന്താണെന്ന് എല്ലാവർക്കും സെൽഫ് സ്റ്റഡി ആണോ അതോ എങ്ങനെയാണ്? 8:15 വരെ ബാബയുടെ ആ സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്ത് യോഗം ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. नहीं, मैं सिर्फ बोल रही हूँ. अभी हम इतना सुंदर स्वरूप, सत्य चित्तानंद स्वरूप, सत्यम शिवम सुंदरम, उसकी सुंदरता, द ब्यूटी. बाबा ज्योतिर्बिंदु है लेकिन बहुत सुंदर है. प्यूरिटी इज ब्यूटी, द ट्रूथ इज ब्यूटी. ബാബയുടെ സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യാം. അതായത് സത്യം ശിവം സുന്ദരം എന്നല്ലേ പറയുക. അപ്പോൾ ആ ബാബയുടെ ആ സുന്ദരതയുടെ അനുഭവം, പവിത്രതയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അതിൻ്റെ അനുഭവം നമുക്ക് ചെയ്യാം. 8 मिनट पहले बाबा के सुंदरता को बिंदु बन के जाओ. बाबा बिंदु देख देख जन्मों का आश है ना बाबा को दर्शन करने की. फिर बाबा की एक एक गुणों की ब्यूटी, एक एक गुण की, उसका प्यार की सुंदरता, उसकी शांति की सुंदरता, उनकी पालना की सुंदरता, उसके हर संबंध की सहयोग की सुंदरता को देखो, संबंध के गुणों को देखो. तो ये सारा गहराई में बिजी होंगे तो टाइम का पता नहीं पड़ेगा. ബാബയുടെ സുന്ദരമായ ആ രൂപത്തെ കണ്ട് ആ സുന്ദരതയുടെ അനുഭവം ചെയ്യുക. കാരണം അനേക കാലങ്ങളായിട്ട് ബാബയുടെ ഈശ്വരൻ്റെ ദർശനത്തിന് നമ്മൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ആ ബാബയുടെ സുന്ദരമായ രൂപത്തെ കണ്ട് അതിൻ്റെ അനുഭവം ചെയ്യുക. പിന്നെ ബാബയുടെ ഗുണങ്ങളുടെ സുന്ദരതയുടെ അനുഭവം, ശക്തികളുടെ സുന്ദരതയുടെ, അതേപോലെ ബാബയുടെ പാലനയുടെ സുന്ദരത, ഇതിൻ്റെ എല്ലാം ആഴങ്ങളിലേക്ക് പോയി അതിൻ്റെ ആ ഒരു സൗന്ദര്യം, ആ സുന്ദരത, അതിൻ്റെ അനുഭവം ചെയ്യുക. അപ്പോൾ അങ്ങനെ അനുഭവം ചെയ്യുമ്പോൾ നമുക്ക് സമയം, അതായത് ഉറക്കമൊന്നും വരില്ല, സമയം പോകുന്നതേ അറിയില്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ ആ സൗന്ദര്യത്തെ അനുഭവിക്കുക. कदम कदम पर मदद तुम्हारी ये एहसास दिलाती है. कदम कदम पर
तुम्हारी